Thank you everyone for joining. വളരെ ആദരണീയനും ബഹുമാന്യനുമായ ബ്രദറൻ സുവിശേഷകൻ ES തോമസിന്റെ ഒരു പ്രസ്താവനയിൽ നിന്ന് ആരംഭിക്കുന്നതാണ് നല്ലത്. IPCയിലെ ഒരു പ്രാഥമിക സുവിശേഷകൻ ആയിരുന്ന പ്രിൻസ് നിലമ്പൂർ എന്ന വ്യക്തിയെ സ്വഭാവ ദൂഷ്യം നിമിത്തവും അപവാദ പ്രചരണം, കുൽസിത പ്രവർത്തനങ്ങൾ, സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ, അച്ചടക്കമില്ലായ്മ തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് പൊതുസമൂഹത്തിൽ ഇറക്കിവിടുന്ന ഒരു കടലാസിന്റെ മാന്യതയുടെ പരിധിയിൽ നിൽക്കുന്ന ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള ഒരു നോട്ടീസ് ഇറങ്ങി. അതിന്റെ പോസ്റ്റിന്റെ കീഴിൽ വളരെ ബഹുമാന്യനായ ആദരണീയനായ ES തോമസ് എഴുതിയിരിക്കുന്ന ആ ഒരു കുറിപ്പ് നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം. അത് ഞാനിവിടെ ഷെയർ ചെയ്യാണ്. ഇത് നിങ്ങൾക്ക് കാണാം എന്ന് തോന്നുന്നു. ഇത് പ്രിൻസ് നിലമ്പൂരിന് IPCയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഗപ്പാണ്. അതാണ് ആ ഒരു ലെറ്റർ. ഇവിടെ 4 കമന്റുകൾ നിങ്ങൾ നോക്കുക. ഇതിൽ ഒരു കമന്റ് ES തോമസ് അതിന്റെ കീഴിൽ ഇട്ടിരിക്കുന്ന ഈ കമന്റാണ്. ES തോമസ്, നിങ്ങൾക്ക് ഈ കമന്റ് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇതാണ് ES തോമസ് എഴുതിയിരിക്കുന്നത്. There is a saying, history never compensates for the evil of men, but sometimes it does. A year ago, he called me with a pacifying voice to communicate me the news of the excommunication of another Pentecostal pastor in North India, who is the proponent of post-tribulation view of eschatology. I said, I was not happy to hear about the downfall or retaliatory act against a person for ideological difference. Soon he changed his voice and addressed me as a heretic and ascribed calumny on me. Even he was not hesitated to call me a pig who eat garbages. I held my peace at his verbal bullyings. Now I understand, though it is seldom, history compensates for the evil as for the saying, give here and get back in Koilon. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. നിങ്ങളിൽ പലർക്കും ES തോമസ് പറഞ്ഞ എന്താണെന്ന് മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു പശ്ചാത്തല വിവരണം നടത്താൻ ആഗ്രഹിക്കുകയാണ്. കൃത്യം 1 വർഷം മുമ്പ്, അതായത് ഈ പെന്തക്കോസ്തിൽ ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ സംബന്ധിച്ച് ഒരു ഉപദേശം നിങ്ങൾക്കറിയാം. കർത്താവ് വന്ന് ഇവിടെയുള്ള വിശ്വാസികളെ എടുത്ത് മധ്യാകാശത്തിൽ ഇങ്ങനെ നിർത്തുമെന്നും തുറന്ന് ഭൂമിയിലുള്ള ഒരു വലിയ പീഡനം 7 വർഷം അനുഭവിക്കുന്നുള്ള ഒരു ഉപദേശമാണ് പൊതുവെ ഉള്ളത്. എന്നാൽ ഈ ഉപദേശത്തെ പെന്തക്കോസ്തിൽ അകത്ത് ആദ്യം ചോദിച്ചത് ഞാനാണ്. ഞാൻ പോസ്റ്റ് ട്രിബുലേഷൻ വ്യൂ, അതായത് മഹോപദ്രവത്തിന് ശേഷമുള്ള കർത്താവിന്റെ വരവെന്നുള്ളൊരു വ്യൂ പ്രസംഗിച്ചു. തുടർന്ന് അത് കുറെ വർഷം മുമ്പാണ്. എന്നാൽ പിന്നീട് ഉത്തരേന്ത്യയിൽ സ്തുത്യർഹമായ വിധത്തിൽ സുവിശേഷ പ്രവർത്തനം നടത്തുന്ന നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പാസ്റ്റർ, അദ്ദേഹത്തിന്റെ പേര് അഭിലാഷ് രാജ് എന്നാണ്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. ഇറ്റ്സ് എ ബോൺ ടാലന്റഡ് പേഴ്സൺ, ഇറ്റ്സ് എ ഇന്റലിജന്റ് ഗൈ. അപ്പൊ അദ്ദേഹം ഈ പോസ്റ്റ് ട്രിബുലേഷൻ എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തി അത് പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ പെന്തക്കോസ്തിൽ പോസ്റ്റ് ട്രിബുലേഷനും പ്രീ ട്രിബുലേഷനും എന്നുള്ള ഒരു ഡിബേറ്റ് ആരംഭിച്ചു. ഈ ഡിബേറ്റ് ആരംഭിക്കുമ്പോൾ തുടക്കം മലയാളി പെന്തക്കോസ്റ്റൽ ഫ്രീ തിങ്കേഴ്സ് എന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലായിരുന്നു. അന്ന് അതിന്റെ ഫസ്റ്റ് ഡിബേറ്റ് പോസ്റ്റ് ട്രിബുലേഷന് വേണ്ടി ഞാനും പ്രീ ട്രിബുലേഷന് വേണ്ടി പാസ്റ്റർ റജി ഫിലിപ്പ് ഓസ്ട്രേലിയയുമായിരുന്നു. വളരെ വലിയ സംവാദം,
മാസങ്ങളോളം നീണ്ടു നിന്നു. പിന്നീട് ഞാൻ അതിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തു. കാരണം ഇതെല്ലാം ബോഷ്കാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കൃത്യമായി ഓർത്തഡോക്സിലേക്ക് മാറുകയും ആ ഏരിയയിൽ സൈലന്റ് ആവുകയും ചെയ്തു. പെന്തക്കോസ്തിലകത്ത് ഞാൻ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ആ ഏരിയയിൽ സൈലന്റ് ആയി. കാരണം എനിക്ക് മറ്റൊരു വിശാലമായ പിതാക്കന്മാരുടെ ആ പ്രാർത്ഥനയുടെ വെളിച്ചത്തെ ഞാൻ കണ്ടെത്തിയപ്പോൾ ഞാൻ അവിടെ മനഃപൂർവ്വം നിശബ്ദത പാലിക്കുകയും തുടർന്ന് ഇവര് ഇതൊക്കെ ഏറ്റെടുത്തു. അപ്പൊ പിന്നീട് വന്ന ആ ഒരു രണ്ടാം നിരയിൽ വന്ന സംവാദത്തിൽ ഏറ്റവും മുൻനിരയിൽ നിന്ന് അഭിലാഷ് രാജാണ്. അഭിലാഷ് രാജിന് ഓപ്പോസിറ്റ് ആയിട്ട് അനിൽ കൊടിത്തോട്ടം, അതുപോലെ ES തോമസ് ഒക്കെ പക്ക പ്രീ ട്രിബുലേഷൻ പ്രസംഗിക്കുന്ന ആളാണ്. അപ്പൊ പോസ്റ്റ് ട്രിബുലേഷൻ പ്രസംഗിക്കുന്ന ഈ അഭിലാഷ് രാജിന്റെ വാദങ്ങളെ ഖണ്ഡിക്കാൻ ഇവരെല്ലാം ഒത്തുചേർന്നു. അപ്പൊ അങ്ങനെ ഇവരെല്ലാം ഒത്തുചേർന്ന് ഇവർ പല സംവാദങ്ങൾ നടത്തി. ഒന്നും രണ്ടും അല്ല, പല സംവാദങ്ങൾ നടത്തി. സംവാദങ്ങളിൽ പോസ്റ്റ് ട്രിബുലേഷൻ വാദങ്ങളെ ഖണ്ഡിക്കുക അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ അനിൽ കൊടിത്തോട്ടം വാനര സഹജമായ ശാരീരിക വൈവഴക്കത്തോടെ എടുത്തൊരൊറ്റച്ചാട്ടം. അപ്പൊ പിന്നെ പുള്ളി എവിടെയായി? പോസ്റ്റ് ട്രിബുലേഷന് വരാൻ പറ്റത്തില്ല. കാരണം കൂടുതൽ ആളുകൾ പോസ്റ്റ് ട്രിബുലേഷൻ വരും. അതുകൊണ്ട് പുള്ളി പോസ്റ്റും അല്ല പ്രീയും അല്ല. പുള്ളി പറഞ്ഞു തുടർന്നുള്ള സംവാദങ്ങളിൽ പുള്ളി മധ്യസ്ഥനായിട്ട് നിൽക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പൊസിഷൻ എടുത്തു. കാരണം ഇന്നും മിണ്ടത്തില്ല എവിടെയാണ്. പോസ്റ്റ് ട്രിബുലേഷൻ ഇന്ന് പുള്ളി മാറി. കാരണം പോസ്റ്റ് ട്രിബുലേഷൻ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പോസ്റ്റ് ട്രിബുലേഷൻ സംവാദകർ ഓരോന്നോരോന്നായി അഭിലാഷ് രാജ് പാസ്റ്ററുടെയും ടീമിന്റെയും മുമ്പിൽ തകർന്ന് തരിപ്പണമായി പോയി. ഏലിയാസ് കല്ലിടുമ്പിൽ, അഭിലാഷ് രാജ് പനക്കൽ, ഇങ്ങനെയൊക്കെയുള്ള ടീമിന്റെ മുമ്പിൽ അവർ തകർന്ന് തരിപ്പണമായി. ഈ സമയത്താണ് പ്രിൻസ് നിലമ്പൂര് എന്ന് പറഞ്ഞ സിനിമാ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് നടന്ന വ്യക്തി ഈ സാധ്യതകളെ കണ്ടിട്ട്, അതായത് പണ്ട് കൃപയുടെ ഒരു സംവാദം നടന്നപ്പം അതിനിടയിലൂടെ ഗപ്പടിച്ചു മാറ്റിയ ഷമീർ കൊല്ലത്തിന്റെ പാത പിന്തുടർന്ന് ഇയാൾ പെട്ടെന്ന് എന്തായിത്തീരുന്നു? ഒരു പാസ്റ്ററായിട്ട് സ്വയം അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം പെട്ടെന്ന് രംഗത്ത് വന്നു. അദ്ദേഹം ഈ അഭിലാഷ് രാജുമായിട്ട് ഒരു സംവാദത്തിന് തുനിഞ്ഞു. അപ്പൊ ആ സമയത്തൊക്കെ ഇദ്ദേഹം എന്നെ വിളിക്കുമായിരുന്നു. എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാണ് ഇത് അദ്ദേഹം നിഷേധിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനെന്ന് പറഞ്ഞ പ്രിൻസ് വെറുതെ സംവാദത്തിന് പോകേണ്ട തകർന്നു. അപ്പൊ കാണാം എന്നോട് ഞാൻ പറഞ്ഞു തകർന്നു പോകും. കാരണം ഒരു തരത്തിലും ബൈബിൾ വെച്ച് പ്രീ ട്രിബുലേഷൻ തെളിയിക്കുക അസാധ്യമാണ്. കാരണം ഇറ്റ് ഈസ് ജസ്റ്റ് എ നോൺസെൻസ്. അത് ബൈബിളിൽ അങ്ങനെ ഒരു റെഫറൻസേ ഇല്ല. ഇത് സ്കോട്ട്ലൻഡിലുള്ള ഒരു മദാമ, അവരുടെ പേര് മാർഗരറ്റ് മക്ഡൊണാൾഡ് എന്നാണ്. ഈ മാർഗരറ്റ് മക്ഡൊണാൾഡ് എന്ന് പറഞ്ഞ മദാമയ്ക്ക് പനി പിടിച്ചു കിടന്നു. ജ്വരബാധിതയായി കിടക്കുക. നമ്മുടെ നാട്ടിൽ ജ്വരം പിടിക്കുമ്പോൾ പിച്ചും പേയും പറഞ്ഞ് ദർശനം കണ്ടു. അങ്ങനെ ഈ ജ്വരബാധിതയായ മാർഗരറ്റ് മദാമ കണ്ട ഒരു ദർശനമാണ് ഇത്. പിന്നീട് FB മേയറും സ്കോഫീൽഡും ഒക്കെ അത് ഏറ്റെടുത്തു. FB മേയർ അത് പഠിച്ചിട്ട് പിന്നെ പുള്ളി അത് പ്രൊപ്പോസ് ചെയ്തില്ല. ബാക്കിയുള്ള ആളുകൾ അതിനെന്ത് ചെയ്തു? പ്രൊപ്പോസ് ചെയ്തു. അങ്ങനെയാണ് ഈ പ്രീ ട്രിബുലേഷൻ ഉപദേശം ലോകത്തുണ്ടാകുന്നത്. ഒരു മദാമയുടെ സ്വപ്നമാണ്. ഇതാണ് ഈ പ്രിൻസ് നിലമ്പൂരിന്റെ ഒക്കെ ഉപദേശം. പക്ഷേ അവസാനം ഞാൻ പറഞ്ഞു ഡിബേറ്റിന് പോയാൽ നീ തോറ്റുപോകുന്നു പറഞ്ഞു. ഏതായാലും പ്രിൻസ് നിലമ്പൂർ പോയി ദയനീയമായിട്ട് അഭിലാഷ് രാജ് പനക്കലിന്റെ വാദമുഖങ്ങളുടെ മുമ്പിൽ തകർന്ന് തരിപ്പണമായി. ഈ പ്രിൻസ് എന്ത് ചെയ്തെന്നറിയാവോ? ഈ അന്ന് കഴിഞ്ഞ വർഷം എന്നിട്ട് ഈ പ്രിൻസ് നിലമ്പൂര് ഒരു പുസ്തകം എഴുതി, പ്രീ ട്രിബുലേഷൻ റാപ്ചർ, ഇതാ കർത്താവ് നമ്മളെ എടുത്തുകൊണ്ട് പോകുന്നു പറഞ്ഞു. അപ്പൊ ഈ പുസ്തകം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം IPCയിലെ നേതാക്കന്മാർക്ക് പാദസേവ ചെയ്തും ലോബിയിങ് നടത്തിയും ഈ അഭിലാഷ് രാജ് പനക്കൽ എന്ന പാസ്റ്ററെ IPCയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞ് എന്നെ ഭയങ്കര സന്തോഷത്തോടെ ഇദ്ദേഹം വിളിച്ചു. കാര്യം അറിഞ്ഞോ? ഞാൻ ചെന്തവാ. ഞാൻ പറഞ്ഞിടോ, ഡിബേറ്റിൽ തനിക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ ഇത്തരം വൃത്തികേടാണോ കാണിക്കുന്നത്? നേതാക്കന്മാരുടെ അടുക്കള വഴി ചില സ്വാധീനങ്ങളുണ്ടെന്ന് അത് ഉപയോഗിച്ചിട്ട് ഈ പാവപ്പെട്ട പാസ്റ്ററെ, അഭിലാഷ് രാജ് പനക്കൽ എന്ന ഈ പാസ്റ്റർ ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ഈ തിരുവല്ലായിലല്ല അവന്റെ വേല. ഷമീറും പ്രിൻസ് നിലമ്പൂരും വേല ചെയ്യുന്നത് തിരുവല്ലായുടെ പ്രദേശങ്ങളിലാണ്. പക്ഷേ ഗുജറാത്തിൽ ഹിന്ദി ഭാഷയിലും ഗുജറാത്തി ഭാഷയിലും ഉള്ള ജനങ്ങളുടെ ഇടയിൽ ആ ഭാഷയിൽ പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഭാര്യയും 3 മക്കളുമുള്ള ഒരു സാധു മനുഷ്യനെ ഇവർ IPCന്ന് പുറത്താക്കിയിട്ട് ഇവർ ആഘോഷിച്ചു. കാരണം എന്നാ? സംവാദത്തിൽ തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട്, ആശയപരമായി നേരിടുവാൻ കരുത്തില്ലാത്തത് കൊണ്ട് ആ ഹീനമായ പ്രവൃത്തി ഈവൻ ചെയ്തിട്ട് ES തോമസിനെ വിളിച്ച് സന്തോഷം അറിയിച്ചു. കാരണം ES തോമസും പ്രീ ട്രിബുലേഷൻ ആണല്ലോ. അതായത് ഈ പ്രിൻസ് നിലമ്പൂര് വിശ്വസിക്കുന്ന അതേ സ്കൂളിൽ നിൽക്കുന്ന ആളാണ് ES തോമസ്. അതുകൊണ്ട് ഈ സന്തോഷം ഷെയർ ചെയ്യാൻ പറ്റിയ ആളാണെന്ന് കരുതി
ES തോമസിനെ വിളിച്ച് ഈ സന്തോഷം ഷെയർ ചെയ്തപ്പം ഈ പ്രിൻസ് നിലമ്പൂര് വിചാരിച്ചത് തെറ്റിപ്പോയി. കാരണം പ്രിൻസ് നിലമ്പൂരിനും ES തോമസിനുമുള്ള സാമ്യം രണ്ടുപേരും പ്രീ ട്രിബുലേഷൻ ആണ്. പക്ഷെ മറ്റൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ES തോമസ് നല്ല കുടുംബത്തിൽ പിറന്നാണ്. അതാ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ES തോമസ് പറഞ്ഞു ഞാനതിൽ സന്തോഷിക്കുന്നില്ല, ഇതൊരു നിസ്സാരമായ ഉപദേശ വിഷയം, അതിൽ ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട് നമുക്കെന്ന് കരുതി ഒരുത്തന്നെ കുടുംബം തകർക്കുന്ന പണി ചെയ്ത് അവനെ ജീവിതം തകർക്കുന്ന പണിയല്ലേ ചെയ്ത് മോശമായി പോയെന്ന് ES തോമസ് അന്ന് ഈ പ്രിൻസിനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ES തോമസിനെ ഇവൻ പന്നിയുടെ മോനെ എന്ന് വിളിച്ചു എന്നാണ് ES തോമസ് അവിടെ എഴുതിയിരിക്കുന്നത്. ചീത്ത വിളിച്ചു, നീ പന്നിയാണെന്നും ഒക്കെ പറഞ്ഞു. അത്രയും പ്രായമുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ലൊരു കുടുംബത്തിൽ ബ്രദറൻകാരനാണ്. ആ കാര്യത്തിൽ എനിക്ക് ES തോമസിനോട് വിയോജിപ്പുണ്ട്. പക്ഷെ ആ വ്യക്തിയെ ഇവൻ ചീത്ത വിളിച്ചു. അതാണ് ES തോമസ് അവിടെ എഴുതിയത്. വിതയ്ക്കുന്നത് കൊയ്യും, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഈ അഭിലാഷ് രാജിനെ പുറത്താക്കിയിട്ട് ആ കെയർ ഓഫ് ഇവൻ ഇറക്കിയ പുസ്തകം വിറ്റ് 10-30 ലക്ഷം രൂപ സമ്പാദിച്ചു പ്രിൻസ് നിലമ്പൂർ. ഈ ജനുവരിയിൽ എനിക്കെതിരായിട്ടൊരു പുസ്തകമൊക്കെ ഇറക്കാൻ പുള്ളി അനൗൺസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. തൃത്വവും ഗ്ലോറിയസ് ഗോസ്പലിന്റെ ദുരുപദേശവും ഒക്കെ. ഏതായാലും 1 വർഷം ആയപ്പോഴേക്കും വെച്ച വാഴ കൊലച്ചു. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവൻ ഇപ്പം വന്നിച്ച് സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി കണ്ണുനീര് ഒരു തോർത്ത് വെച്ച് കണ്ണുനീരൊക്കെ തുടങ്ങുന്നുണ്ട് ലൈവിൽ. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അവന്റെ ലൈവൊക്കെ ഒന്ന് കാണാം എന്തൊക്കെയാ പറയുന്നത്. പറയുന്നത് എന്താന്ന് നിങ്ങൾ കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അപ്പൊ അല്ലാതെ ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ ഇത് അയ്യോ കഷ്ടമായി പോയെന്ന് വിചാരിക്കരുത്. നിഗമനങ്ങളിൽ എത്താൻ വരട്ടെ. ഇവൻ മറ്റൊരു പാസ്റ്ററോട് ചെയ്ത ഇതാണ്. എന്നിട്ട് ആഘോഷിക്കായിരുന്നു ഇവരുടെ സർക്കിളിൽ. ആ ആഘോഷത്തിന് പങ്കു ചേരാൻ വേണ്ടി ES തോമസിനെ വിളിച്ചപ്പോൾ ES തോമസ് പറഞ്ഞു ഞാൻ ചേരില്ല അതിനകത്ത്. കാരണം എന്നാ, ലൂസിഫർ സിനിമയ്ക്കകത്ത് മോഹൻലാൽ പറഞ്ഞല്ലോ നിന്റെ തന്തയല്ലല്ലോ എന്റെ തന്ത എന്ന് പറഞ്ഞ പോലെ നല്ല തന്തയ്ക്ക് പറഞ്ഞവനാ ES എന്ന് അദ്ദേഹം തെളിയിച്ചു. അപ്പോ ഈ തെരുവോര സുവിശേഷൻ IPCയുടെ തെരുവോര സുവിശേഷനെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. അപ്പോ നമുക്ക് ഇദ്ദേഹത്തിന്റെ ആ നിലവിളി ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. നിലവിളി ശബ്ദം കേട്ട കണ്ണുനീരിന്റെ കഥകൾ. കരയുന്നു പുഴ ചിരിക്കുന്നു. പെണ്ണുങ്ങളെ കയ്യിലെടുക്കാനാണ് ആദ്യം തോർത്തു വെച്ച് മുഖം ഈ ഒപ്പുന്നത്. ഞാനിതിനകത്ത് ഓരോ ആംഗ്യങ്ങളുടെ അർത്ഥം പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഈ കഥകളി കാണുമ്പോൾ അങ്ങനെ മുദ്ര മനസ്സിലാക്കണം. ഈ മുദ്ര മനസ്സിലാക്കണം. മുദ്ര നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ ഇവിടെ എന്നെ കാണുന്ന കൂടുതൽ ഓർത്തഡോക്സുകാരൊക്കെ നിങ്ങൾക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം മുദ്ര. ശ്രദ്ധിച്ചോളൂ. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആരംഭിക്കാം. മുദ്ര ശ്രദ്ധിക്കണേ. ഒരുമിച്ചു ചേർന്നുള്ള കണ്ടോ, ആദ്യത്തെ മുദ്ര തോർത്ത് വെച്ച് കണ്ണുനീരൊപ്പുന്നു. ചർച്ചകളും വെല്ലുവിളികളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. നിങ്ങളെല്ലാം അറിയുന്നത് പോലെ ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭയുടെ ഭാഗമായി പാസ്റ്ററൽ മിനിസ്ട്രി ചെയ്തു വരുന്ന ഒരു ശുശ്രൂഷകനാണ് ഞാൻ. എന്നാൽ ഇതിനകത്ത് വളരെ ചുരുക്കം കാലമേ ഞാൻ ഈ ഒരു ശുശ്രൂഷയായി തുടർന്നിട്ടുള്ളൂ. നിരവധി ദൈവദാസന്മാർ ദീർഘകാലങ്ങളായി കർത്താവിന്റെ വേല ചെയ്യുന്ന അനേകം ആളുകൾ എനിക്കറിയാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ചുരുക്കം കാലമേ ഉള്ളൂ, 2 കൊല്ലമായുള്ളൂ ഈ പരിപാടി. ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് അതിന് മുമ്പ് നല്ലപോലെ വലിച്ചു കീറി ഒട്ടിക്കുന്ന പരിപാടിയാണ് പോസ്റ്റർ. ഇവരുടെ എല്ലാം ജീവിതത്തിൽ നിന്നും അതേപോലെ തന്നെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള സഹപ്രവർത്തകരായ ശുശ്രൂഷകരായ ദൈവദാസന്മാരിൽ നിന്നും അതേപോലെ തന്നെ ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഇതിനകത്തെ നേതൃതലങ്ങളിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ള വിവിധ അനുഭവങ്ങളും അതിനോട് ബന്ധപ്പെട്ടുള്ള കുറെ പ്രതികരണങ്ങളും സന്ദേശങ്ങളും ഒക്കെ ജീവിതത്തിൽ എനിക്ക് എന്റെ ജീവിതത്തിൽ തന്നിട്ടുള്ള വലിയ ചോദ്യചിഹ്നങ്ങളാണ്. ആ ചോദ്യചിഹ്നങ്ങളിൽ നിന്നുകൊണ്ട് ചില പ്രതികരണങ്ങൾ ഇതിനു മുൻപ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇന്ന് ഞാൻ മറ്റു ചില കാര്യങ്ങളുമായി അല്ലെങ്കിൽ ചില വെളിപ്പെടുത്തലുകളുമായി നിങ്ങളുടെ മുൻപാകെ വരുന്നത്. ഞാൻ ആദ്യമേ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ഈ വിഷയം ഞാൻ അവതരിപ്പിക്കുമ്പോൾ ദയവായി
തുറന്നു പറയുകയാണ് അവരുടെ വൃത്തികേടുകളും ഒക്കെ ഒന്ന് ഓടിച്ച് വിശകലനം ചെയ്യാൻ ഈ വീഡിയോയിൽ. എന്നാൽ വരും ദിവസങ്ങളിൽ കുറേയേറെ കാര്യങ്ങൾ കൂടി ഞാൻ ഇതിനോട് ചേർന്ന് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഇത് കളക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ടുള്ള ബാക്കി സന്ദേശങ്ങളും നിങ്ങളുടെ മുൻപാകെ എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾക്കറിയാമോ, ഇന്നത്തെ ദിവസം കുമ്പനാട് IPC കുമ്പനാട് സ്റ്റേറ്റിന്റെ ഒരു പ്രസ്ബിറ്ററി യോഗം നടന്നു. ആ യോഗത്തിൽ 2 ശുശ്രൂഷകരെ IPCയിൽ നിന്ന് പുറത്താക്കി. അതിനകത്ത് ഒരാളാണ് ഞാൻ. ഒരാള് പത്തനാപുരത്തുള്ള പാസ്റ്റർ മാത്തുക്കുട്ടി പിടവൂർ എന്ന് പറയുന്ന ദേവദാസനാണ്. ഈ 2 പേരും ഈ IPC ഇങ്ങനെ പുറത്താക്കുന്ന ഒരു പതിവുണ്ട് IPCക്ക്. ഈ IPCയിൽ എന്ന് പറഞ്ഞാൽ IPCയുടെ ആരംഭം യാക്കോബായക്കാരാണ്, ഈ പ്രത്യേകിച്ച് KE അബ്രഹാം അങ്ങനെയൊക്കെ. അപ്പൊ ഈ മഹറോൻ ചൊല്ലി പുറത്താക്കുന്ന പോലെ അവരും അത് ഇടയ്ക്ക് പുറത്താക്കാറുണ്ട്. ഇതിനു മുമ്പ് IPCയിൽ നിന്ന് പുറത്താക്കിയ പലരുണ്ട്. അതില് ഒരാളാണ് ഷമീർ കൊല്ലം. അദ്ദേഹത്തെ സഭാവിരുദ്ധ സ്ത്രീ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തെ കുമ്പനാട് കൺവെൻഷന്റെ സ്റ്റേജിലാണ് അനൗൺസ് ചെയ്ത് പുറത്താക്കിയത്. പിന്നെ IPCയിൽ നിന്ന് പുറത്താക്കിയത് അനിൽ കൊടുത്തോട്ടം. അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹം IPCയിലെ പാസ്റ്റർമാരെ ഒക്കെ ചീത്ത വിളിക്കുകയും സംഘടനയ്ക്കെതിരായിട്ട് ലേഖനം എഴുതുകയും ചെയ്തതിനാണ് പുറത്താക്കിയത്. ഇങ്ങനെ പലരെ പുറത്താക്കിയിട്ടുണ്ട് IPCയിൽ നിന്ന്. നമുക്ക് പഴയ പത്രവാർത്തകൾ നോക്കുമ്പോൾ അറിയാം. ഇതെല്ലാം ഇങ്ങനെ ഒരു നോട്ടീസ് ഇറക്കും, ഒരു വാണിംഗ് നോട്ടീസും ഒരു പുറത്താക്കൽ നോട്ടീസും അവരിറക്കും. പുറത്താക്കുന്നവർ നിലവിളിച്ചുകൊണ്ട് ലൈവ് ചെയ്യും. ഇതൊക്കെ ഒരു പതിവാണ്. ലൈവ് തുടങ്ങി കഴിഞ്ഞ് ലൈവ് പണ്ട് പോസ്റ്റ് ആയിരുന്നു, ലേഖനങ്ങൾ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനകത്ത് ഈ ഇദ്ദേഹത്തിന്റെ വിഷയം പറയുന്നതിന് മുമ്പ് ഞാനിത് പറയാണ്, ഇവിടെ ചില ആളുകൾ എന്നെ പെന്റക്കോസ്റ്റിൽ നിന്ന് പുറത്താക്കിയെന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രതിയാണ് ഇവൻ. മോനെ പ്രിൻസേ, പുറത്താക്കുന്ന എങ്ങനെയാന്ന് നിനക്കിപ്പോ മനസ്സിലായോ? ഇതുപോലൊരു കടലാസ് വരും, മനസ്സിലായോ? പിന്നെ പുറകാലം ഇതുപോലെ ഒരു നിലവിളി ശബ്ദവും കേൾക്കും. എന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നോട്ടീസ്, ഞാൻ സോഷ്യൽ മീഡിയയുടെ സജീവമായി ഇടപെടുന്ന ആളാണ്. ഇത് പ്രത്യേകിച്ച് ഇതിന്റെയൊക്കെ ആരംഭം ഫേസ്ബുക്ക് ബീറ്റാ വേർഷൻ തൊട്ട് ഞാൻ ഇതിനകത്തുണ്ട്. അപ്പൊ എല്ലാത്തരം സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത്, യൂട്യൂബിന്റെ വെരി ബിഗിനിങ് തൊട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തത്. കാരണം യൂട്യൂബ് തുടങ്ങുമ്പോൾ അതിന്റെ ബീറ്റാ വേർഷൻ ഞാനുണ്ട്. ഗൂഗിളിൽ നിന്ന് എനിക്ക് ഇൻവിറ്റേഷനും കിട്ടുക. കാരണം അതിനു മുമ്പ്, യൂട്യൂബിന് മുമ്പുള്ള ഗൂഗിൾ വീഡിയോസ് എന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു. അതിനകത്തും വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ആളാണ്. അതായത് മലയാളി പെന്റക്കോസ്തുകാരുടെ ഇടയിൽ നിന്ന് ആദ്യമായി സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടത് ഞാനാണ്. എന്റെ വീഡിയോ ആണ് പണ്ട് ഏറ്റവും ആദ്യം തൊട്ടുണ്ടായത്. അപ്പൊ അത്രയും ആദ്യകാലം തൊട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള എന്നെ പുറത്താക്കിയെന്ന് പറഞ്ഞ് പുറത്താക്കിയാൽ ഞാൻ പ്രതികരിക്കാതിരിക്കുമോ? ഇതുപോലെ ഒരു ലൈവ് എങ്കിലും പറയത്തില്ലേ? ഇനി ചെറിയതായിട്ടെങ്കിലും ഒരു ന്യൂസ്. ഈ അമേരിക്ക പെന്തക്കോസുകാർ ലോകം മുഴുവൻ അങ്ങനെ ന്യൂസ് ഏജൻസിയാണ് പെന്തക്കോസുകാർ. ഒരാള് ഒരു അല്പം ശബ്ദത്തിൽ ഒരു വളി വിട്ടാൽ തന്നെ 2 മണിക്കൂർ കൊണ്ട് മുഴുവൻ പെന്തക്കോസ് ലോകം അറിയും. അതാണ് പെന്തക്കോസിന്റെ ഒരു ന്യൂസ് സർവീസ് മികവ്. അപ്പൊ പക്ഷെ എന്നെ പുറത്താക്കിയത് 3 കൊല്ലം പിടിച്ചു പുറലോകം അറിയാൻ. 3 കൊല്ലം കഴിഞ്ഞ് ഇപ്പൊ 2 മാസമായിട്ടാണ് ഇവർ എന്നെ പുറത്താക്കി എന്ന് പറയുന്നത്. അപ്പം 3 കൊല്ലമായി കഴിഞ്ഞപ്പോഴേക്ക് ഇവർ എന്തൊക്കെയാ ഒരു ആരോപണം കൊണ്ടുവരുന്നത്? ഞാൻ പിന്നെ എന്തൊക്കെ നുണകളാണ് ഇവർ പറയുന്നത്. നിങ്ങൾ അറിഞ്ഞു, എന്റെ ഏറ്റവും വലിയ പ്രതിയോഗികളായിരുന്നു ബ്രദറൻകാർ. കാരണം ഞാൻ ബ്രദറൻകാരുമായിട്ട് 50 വർഷമായിട്ട് പെന്റക്കോസ്റ്റൽ ബ്രദറൻ സംവാദം നടക്കാതിരിക്കുമ്പോൾ അത് ഞാനാണ് ഡാലസിൽ 50 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ബ്രദറൻകാരെ ആയിട്ട് സംവാദം വന്നു. അതുകൊണ്ട് ബ്രദറൻകാർക്ക് എന്നോട് നല്ല വിരോധം ഉണ്ടായിരുന്നു ആ കാലത്ത്. ഇപ്പോൾ ഉണ്ടോന്നറിയില്ല. അപ്പൊ എന്നെ പുറത്താക്കിയിരുന്നെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കേണ്ട ഒരു ഗ്രൂപ്പാണ് ബ്രദറൻ ഗ്രൂപ്പ്. ബ്രദറൻകാരുടെ ഗ്രൂപ്പൊക്കെ നിങ്ങൾക്ക് വേണേ പോയി 3 വർഷത്തെ അല്ലെ ബ്രദറൻകാരുടെ അവരൊന്നും അറിഞ്ഞിട്ടില്ല, പെന്തക്കോസുകാരും അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു നോട്ടീസ് ഇല്ല, ഞാനൊരു ലൈവിൽ പ്രതികരിച്ചിട്ടില്ല, ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല, ഒരു കുറിമാനം പോലും ഇല്ല. എന്നെപ്പറ്റി എത്രയോ വാർത്തകൾ പെന്തക്കോസ്ത് കച്ചിപ്പത്രങ്ങളിലും മഞ്ഞപ്പത്രങ്ങളിലും മുഴുവൻ എന്റെ വാർത്തകൾ നിരന്തരം വന്നിട്ടുണ്ട്. എല്ലാ പത്രങ്ങളും, പഴയ പത്രം എല്ലാം എടുത്തു നോക്കിയാൽ മതി. പല കാര്യങ്ങളിൽ ഞാൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. പാത്രീർക്കീസ് ബാവ കാലം ചെയ്തപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ അനുശോചനം എഴുതി. അതുവരെ വാർത്തയായിട്ടുണ്ട് പത്രത്തിൽ. ഇവനെ സൂക്ഷിക്കണം പാത്രീർക്കീസ് ബാവ. ഞാൻ പറഞ്ഞു സാക്കാപ്രഥമൻ പാത്രീർക്കീസ് ബാവ കാലം ചെയ്തപ്പോൾ ഞാനൊരു അനുശോചനക്കുറിപ്പ് എഴുതി ഫേസ്ബുക്കിൽ. ഞാൻ പെന്തക്കോസ്ത് പാസ്റ്ററായിരിക്കണം. കാരണം എന്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ കൂടെ ആ ബാവ സൂര്യ തേജസ്സോടെ എഴുന്നള്ളി വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം കാലം ചെയ്തപ്പോൾ ഒരു അനുസ്മരണ കുറിപ്പ് ഞാൻ എഴുതി. അത് പെന്തക്കോസ് ആണെന്ന് ഞാൻ ചിന്തിച്ചില്ല. അപ്പൊ അത് ഭയങ്കരമായിട്ട് അതിനെതിരെ ലൈവ്. അപ്പൊ അതായത് ഞാനിട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളെ കുറിച്ച് വരെ പത്രവാർത്ത ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ പുറത്താക്കിയതിന് ഒരു പത്രവാർത്ത ഇല്ലായിരുന്നു,
ഇതുപോലത്തെ ഒരു കടലാസ്, ഒരു ലെറ്റർ കാണിക്കാം. ഒരു ലെറ്റർ ഇല്ലായിരുന്നു, ഞാൻ പ്രതികരിച്ചില്ല, ആരും പ്രതികരിച്ചില്ല. ഏറ്റവും മിനിമം ബ്രദറങ്കാരെങ്കിലും അത് ആഘോഷിച്ചേനെ. നമുക്കെതിരെ വാദിക്കാൻ വന്ന ഷിബു പീഡിയൊക്കെ ഡാ കിടക്കുന്നു, അവനെ പെന്തക്കോസ്തുകാർ പുറത്താക്കി വന്നോ? ഇല്ല. അപ്പൊ എന്നെ പെന്തക്കോസ്തിൽ നിന്ന് പുറത്താക്കിയൊന്നുമല്ല, ഞാൻ പെന്തക്കോസ്തിൽ അവസാന സെക്കൻഡ് നിൽക്കുന്നവരെ തികഞ്ഞ ബഹുമാനം ആർജിച്ചതന്നെ നിന്ന്. അതിന്റെ കാരണം എന്നാണെന്നറിയോ? നല്ല തന്തയ്ക്ക് പറഞ്ഞവനാണ്. നിൽക്കുന്നിടത്ത് വൃത്തികേട് കാണിക്കത്തില്ല. ഞാൻ പെന്തക്കോസ്തുകാർ ശ്രദ്ധിക്കണം. ഇവിടെ എന്നോട് നിങ്ങൾക്ക് വിരോധം ഉണ്ടെന്ന് എനിക്കറിയാം, മനസ്സിലായി. ഞാൻ ചത്ത് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് പെന്തക്കോസ്തുകാർ, അറിയാം. കാരണം നിങ്ങൾ ആത്മീയരല്ല, നിങ്ങൾ അതിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയും, ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കും. ഷിബു പീഡിയേക്കൽ പെന്തക്കോസ്തിൽ നിന്നപ്പം ഒരു സെക്കൻഡ് എങ്കിലും പെന്തക്കോസ്തിനെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ചിന്തിക്കും. പക്ഷെ നിങ്ങൾ അന്നും എന്നെ സ്നേഹിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പെന്തക്കോസ്തിനെതിരെ പറഞ്ഞിട്ടില്ല. നിൽക്കുന്നിടത്ത് കൂറ് കാണിക്കണം, വിശ്വസ്തരായിരിക്കണം. ഞാൻ പെന്തക്കോസ്തിൽ നിന്ന സമയത്ത് പെന്തക്കോസ്തിനെതിരെ പറഞ്ഞിട്ടില്ല, പെന്തക്കോസ്തിനെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അതിനെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. ഒരിക്കലും അങ്ങനെ ഒരു ആരോപണം പറഞ്ഞില്ല. പക്ഷെ ഇവിടെ നോക്കി, ഈ പ്രിൻസ് നിലമ്പൂരും ഈ ഷമീർ കൊല്ലവും ഈ അഴൽക്കൊടുത്തോട്ടൊക്കെ പെന്തക്കോസ്തിൽ നിന്നുകൊണ്ട് പെന്തക്കോസ്തിലെ നേതാക്കന്മാരെ തെറി വിളിക്കുക, അപഹസിക്കുക, അവഹേളിക്കുക, ആക്ഷേപിക്കുക, അപവാദം ഉണ്ടാക്കുക. അതാണ് പെന്തക്കോസ്തുകാർക്ക് ഇഷ്ടം. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ അനഭിമതനായത്. ഞാൻ പറഞ്ഞ നമുക്ക് കൃത്യമായ ദൈവശാസ്ത്രത്തോടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, നമ്മുടെ ആളുകളെ തിരുവെഴുത്ത് പഠിപ്പിക്കും, ഇതൊക്കെ പറഞ്ഞതിനാണ് ഞാൻ അവിടെ കൊള്ളരുതാത്തവനെ. ഇവിടെ നോക്ക്, ഇപ്പൊ ഇവന് സപ്പോർട്ട് കൂടും. പെന്തക്കോസ്തുകാർക്ക് ഇഷ്ടം ഏതാണ്? പെന്തക്കോസ്തിൽ നിന്നുകൊണ്ട് പെന്തക്കോസ്തിനെ ചീത്ത വിളിക്കുക, പെന്തക്കോസ്ത് നേതൃത്വത്തെ നിഷേധിക്കുക, കലഹം ഉണ്ടാക്കുക, കലാപം ഉണ്ടാക്കുക. കാരണം എന്താണ്? ഈ പ്രൊട്ടസ്റ്റന്റിനിസം എന്ന് പറഞ്ഞത് തന്നെ കലാപത്തിൽ നിന്ന് ആരംഭിച്ചതാണ്. വിമത ശബ്ദമാണ്. വിമതന്മാർക്കാണ് അവിടെ എപ്പോഴും താല്പര്യം. അതുകൊണ്ട് വിമത ശബ്ദം ഉയർത്തുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ വിമത ശബ്ദം ഉയർത്താനല്ല. നമ്മൾ എവിടെ നിൽക്കുന്നോ അതിനോട് ചേർന്ന് നിൽക്കുക. കൂട്ടം കുത്തിയാൽ കൊല പാടും. ഒരു ഗൃഹം അതിൽ തന്നെ ചിത്രിച്ചാൽ അത് നശിച്ചു പോകും. ഇപ്പൊ ഇവൻ പറഞ്ഞു കേട്ടോ, ഞാനിതൊരു പൈലറ്റ് എപ്പിസോഡാണ്, പുറകാലെ വരുന്നുണ്ട്, 2-3 എപ്പിസോഡുകൾ വരുന്നുണ്ട്. എന്താണ് ഇത്രയും നാളുകൊണ്ട് ഞങ്ങൾ ആരും പറയാത്ത അതിനേക്കാൾ ഏറെ ആരോപണങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ മലക്കം മറിഞ്ഞ് ഈ പ്രിൻസ് നിലമ്പൂർ പെന്തക്കോസ്തിനെതിരായിട്ട് പറയുന്നുണ്ട്. വളരെ ഗൗരവമായ ആരോപണങ്ങൾ. ഇത്രയും ഗൗരവമായിട്ടൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ പെന്തക്കോസ് പൊളിക്കാനൊക്കെ ഈ പ്രിൻസ് ഏറ്റിരിക്കുകയാണ്. സബ് കോൺട്രാക്ട് നമ്മൾ കൊടുക്കുകയാണ്. കാരണം ഇനിയിപ്പോ നമ്മളാരും ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഇവൻ പൊളിച്ചോളാന്ന് പറയുന്നത്. ഇങ്ങനൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞാനൊന്നും പെന്തക്കോസ് നിന്നപ്പോൾ ഒരിക്കലും അതിനെതിരെ പറഞ്ഞിട്ടില്ല. പെന്തക്കോസ്തുകാർ മനസ്സിലാക്കണം, നിങ്ങളുടെ സംഘടന അല്ലെങ്കിൽ പെന്തക്കോസ് നിലനിൽക്കണം, ഇങ്ങനെയുള്ള നീചന്മാരെ അകറ്റി നിർത്തണം. അതിനകത്ത് നിന്നുകൊണ്ട് അതിനെ തകർക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? ഞാൻ അതിനകത്ത് ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന സമയത്ത് ഒരിക്കൽ പോലും അതിനെതിരെ പറഞ്ഞിട്ടില്ല. അല്ലെ തെളിവ് കൊണ്ടുപോവാ, ഒരു വാക്ക് പോലും എതിര് പറഞ്ഞിട്ടില്ല. ഞാൻ നിൽക്കുന്നതിനോട് എനിക്ക് കൂറുണ്ടായിരുന്നു, അവിടെ കുറവുകളുണ്ടെങ്കിലും ഞാൻ അതിനെ മറയ്ക്കുമായിരുന്നു. അങ്ങനെ വേണ്ട നിൽക്കാൻ. ഇത് അതിനകത്ത് നിന്നുകൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കുക, അതിനെ എങ്ങനെ ക്ഷയിപ്പിക്കാം, എങ്ങനെ ഛിദ്രിപ്പിക്കാം, എങ്ങനെ ബലഹീനപ്പെടുത്താം എന്ന് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അതാണ് ഇഷ്ടം. ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെയുള്ളവനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇവൻ ചെയ്ത് മനസ്സിലായില്ലേ? കഴിഞ്ഞ വർഷം ഒരു പാവപ്പെട്ട പാസ്റ്ററെ, അത് നിങ്ങൾ ഓർക്കണം, ഉത്തരേന്ത്യയിൽ കഷ്ടപ്പെട്ട് വിജാതിയരുടെ ഇടയിൽ വേറൊരു ഭാഷയിൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ടവനെ പുറത്താക്കി സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയപ്പം ഇവൻ അന്ന് ആഘോഷിച്ചു. ഇവൻ നോക്ക്, ഇവൻ തിരുവല്ലയുടെ മണ്ണിൽ വിട്ട ഒരു സുവിശേഷ വേലയില്ല. തിരുവല്ല മുതൽ തിരുവല്ല വരെയാണ് അവന്റെ ഭൂമിക. ഭയങ്കര ത്യാഗോജലമായ സുവിശേഷ പ്രവർത്തനമാണ് നടത്തുന്നത്. എന്നിട്ട് സംഘടനയ്ക്കെതിരായിട്ട് സംസാരിക്കുക. എനിക്കിപ്പോ IPC പൊളിഞ്ഞു പോകാനൊന്നുമില്ല, പൊളിഞ്ഞു പോട്ടെ, എന്നെ സംബന്ധിച്ചൊന്നും. പക്ഷെ ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുക, ഞാൻ IPCയിൽ നിന്ന സമയത്തോ പെന്തക്കോസ്തിൽ നിന്ന സമയത്തോ ഒന്നും ഞാൻ അതിനെതിരെ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ കുറിക്കൊള്ളുക. ഇനി നമുക്ക് തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാഷണങ്ങൾ കേൾക്കാം. ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ പുറത്താക്കിയതാണ്, പുറത്താക്കി കഴിഞ്ഞപ്പോൾ മൂങ്ങുന്നാണെന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ നടക്കുന്നുണ്ട്. എന്തെങ്കിലും തെളിവുണ്ടെ കൊണ്ടുപോയി ഇതുപോലത്തെ നോട്ടീസോ ഇതുപോലത്തെ ലൈവ് പ്രതികരണങ്ങളോ ഒക്കെ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു സമാധാനപരമായിട്ട്. പിന്നെ എന്റെ പിന്നാലെ ഇപ്പം എനിക്ക് ഞാൻ പറയുന്ന ആശയങ്ങളെ ഖണ്ഡിക്കാൻ കരുത്തില്ലാത്ത ബലഹീനനായ ചാക്കോയും ടീമും അവരും ഒക്കെ ഇപ്പൊ പുറകാലെ വന്നിട്ട് കാര്യമില്ല. 3 വർഷം മുമ്പ് നിങ്ങൾ പറയണമായിരുന്നു. മനസ്സിലായി? ഇപ്പം വന്നിട്ട് പുറകെ വന്നിട്ട് ഒപ്പിക്കാൻ നോക്കിയിട്ടായില്ല. ഇനി നിങ്ങൾക്കുള്ള ചാൻസ് ഇതാണ്, ഓഫർ ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ദൈവം പെന്തക്കോസ്തുകാർക്ക് എനിക്കെതിരായിട്ടോ ഗ്ലോറിയസ് ഗോസ്പലിനെതിരായിട്ടോ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇത് മാത്രമേ ചെയ്യാനുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ദൈവം ആരാണെന്ന് പറ. ഹോട്ട് സീറ്റ് റെഡി. നിങ്ങൾ കയറിയിരിക്കുക, നിങ്ങളുടെ ദൈവം ആരാണെന്ന് പറയുക. ഞങ്ങൾ ലളിതമായ ചില ചോദ്യങ്ങൾ നിങ്ങൾ പറഞ്ഞതുമായിട്ട് ബന്ധിപ്പിച്ച് ചോദിക്കും. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമാകാതെ പറഞ്ഞാൽ മതി. 20 ലക്ഷം രൂപ നിങ്ങൾക്ക് തരും.
കൂടാതെ ഒരു ബോണസ് ഓഫർ ക്രിസ്തുമസ് പ്രമാണിച്ച് ഗ്ലോറിയസ് ഗോസ്പലിന്റെ ക്ലബ് ഹൗസിലെ ക്ലബ് റൂം അടച്ചു പൂട്ടുകയും ചെയ്യും. ഓഫർ. ഇത് വാക്കാണ്, അല്ലാതെ നുണക്കഥ പറഞ്ഞുകൊണ്ടിറങ്ങരുത്. പുറത്താക്കുന്ന എങ്ങനെയാന്ന് പ്രിൻസിമോന് മനസ്സിലായില്ല ഇപ്പൊ, അല്ലേ? അല്ലേ മനസ്സിലായില്ലേ? ഇങ്ങനെയാ പുറത്താക്കുന്നത്. അല്ലാതെ നീ പറയുന്ന പോലെ ഒതുക്കത്തിൽ പുറത്താക്കിയായിരുന്നു, ആരും അറിഞ്ഞില്ല, അങ്ങനെ അല്ലടാ. അതാ ഇങ്ങനെ പുറത്താക്കുന്നത്. ഇതുപോലെ നോട്ടീസ് ഇറങ്ങും. എന്നെ പുറത്താക്കുകയല്ല, ഞാൻ അവിടുന്ന് സലാം പറഞ്ഞ് മാറി. എനിക്ക് എൻ്റെ പിതാക്കന്മാരുടെ പഠിപ്പിക്കൽ ബോധ്യപ്പെട്ടു, ഉത്തമ ബോധ്യം, ദൈവശാസ്ത്രപരമായിട്ട്, ചരിത്രപരമായിട്ട്, യുക്തിപരമായിട്ട്, മനസ്സിലായി, ഹിസ്റ്റോറിക്കലി, എക്ലീസിയാസ്റ്റിക്കലി, ഹെർമന്യൂട്ടിക്കലി, ലോജിക്കലി, തിയോളജിക്കലി അത് കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് പ്രഘോഷിക്കുന്നത്. ഏതവനെങ്കിലും ഉണ്ടെങ്കിൽ കയറി വരാൻ പറഞ്ഞിട്ട് ഇപ്പൊ 3 വർഷമായി ആരും പ്രത്യക്ഷപ്പെട്ടില്ലല്ലോ. ഇപ്പൊ 20 ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ട് പോലും വരുന്നില്ലല്ലോ. അത്രേ ഉള്ളൂ ബന്ധക്കോസ്. അതിനാണ് ഇറങ്ങിയത്. അല്ലാതെ പുറത്താക്കിയപ്പോൾ മൂങ്ങുന്നില്ല. പുറത്താക്കി കഴിയുന്ന മൂങ്ങുന്നത് ഇതാണ് പുറത്താക്കിയവന്റെ രോദനം. അല്ലാതെ ഞാൻ പറയുന്ന അതല്ല, ദൈവശാസ്ത്ര ബോധ്യം. അതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. അല്ല പുറത്താക്കിയവന്റെ രോദനം കേൾക്കണം, ഇവിടെ കേൾക്കാം, നമുക്ക് തുടർന്ന് കേൾക്കാം. രോദനത്തിലേക്ക് പോവാം. മോനെ പ്രിൻസ പാടിക്കോ. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭയിൽ നിന്ന് യാഥാർത്ഥ്യം പറഞ്ഞാൽ ഇതിനകത്ത് ഗുണ്ടകളെ പേടിച്ചിട്ട്, എന്റെ നിലപാടിൽ തീർത്ത് പറയാം, മാത്തുക്കുട്ടി പാസ്റ്ററുടെയും അത് തന്നെയാണെന്നാണ് എന്റെ അറിവ്. എന്നാൽ എന്റെ തന്നെ തുറന്നു പറയാം, ഇതിനകത്ത് ഗുണ്ടകളെ പേടിച്ചിട്ട് ഞാൻ ലീവ് എടുത്ത് നിൽക്കുകയായിരുന്നു. കാരണം ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സഭ കുട്ടനാട് സെന്ററിന്റെ തിരുവല്ലയിലുള്ള IPC ഒരു സെന്ററിന്റെ പേര് കേട്ടോ, കുട്ടനാട് സെന്റർ. മാനുവൽ വർഷിപ്പ് സെന്ററിലാണ് ഞാൻ സഭാ ശുശ്രൂഷ ചെയ്തു വന്നിരുന്നത്. എന്നാൽ 4 പേര് കാലത്ത് നിന്ന് അതിനിടയിൽ അന്നൊരു സെന്ററാണ്. ഇപ്പൊ കണ്ടോ, ഇപ്പൊ കൂടുതൽ ആളുകളെ അധ്യക്ഷന്മാരാക്കി കഴിയുമ്പോൾ ആ ഗതികേടിലേക്ക് ഏത് സഭയെ അതപ്പതിക്കും കേട്ടോ. അതെല്ലാരും ഓർത്താൻ നല്ലതാ. ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭയുടെ ഇപ്പോഴത്തെ നേതാവ്, ജനറൽ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ശിങ്കിടികളും പാനൽ ഗുണ്ടകളും കൂടെ കാണിക്കുന്ന കൊള്ളരുതായ്മകളെയും തോന്നിയവാസങ്ങളെയും അനാത്മിക പ്രവൃത്തികളെയും ചോദ്യം ചെയ്യുന്നു എന്ന കാരണത്താൽ ഇവരിൽ നിന്നുണ്ടായിട്ടുള്ള ഭീഷണികളും ആക്ഷേപങ്ങളും തെറിവിളികളും ഒക്കെ കാരണം ഇവര് നമുക്കെതിരെ എനിക്ക് അയ്യോ പാവം, തെറി വിളിക്കാത്തൊരു പുണ്യാത്മാവ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്ന ഒരാളായിട്ട് കണ്ട വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം ഒരു തെറിയനാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ സർട്ടിഫൈ ചെയ്യാം. കൊണ്ടുവന്നിട്ടുള്ള ഈ പ്രിൻസ് നിലമ്പൂർ എന്ന് പറയുന്ന ആള് ഈ ക്ലബ് ഹൗസിൽ ഏകദേശം 24 റൂം എനിക്കെതിരായിട്ടിട്ട് അതിനകത്ത് തെറി വിളിച്ച ആളാണ്. വ്യക്തി ആക്ഷേപം, അല്ലാതെ ഉപദേശത്തെ ഒന്നും. ഉപദേശത്തെ കണ്ണിക്കാതെ ഞാൻ കയറി തന്നെ. മുസ്ലിങ്ങൾ, നിരീശ്വരവാദികൾ, അവര് പോലും എൻ്റെ റൂമിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, അയ്യോ നിങ്ങളെ ആണ്ട് അവിടെ കിടന്ന് തെറി വിളിക്കും. ഞാൻ ചോദിക്കും, വ്യക്തിപരമായിട്ടുള്ള ചീത്തയാണ്? അതെ. കുടുംബത്തെ ആക്ഷേപിക്കുന്നു, കുഞ്ഞുങ്ങളെ പറ്റി പറയുന്നു, എല്ലാം ഭയങ്കര മോശം, സങ്കടം വന്നിട്ട് ഇവിടെ വന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഞാനിപ്പോ എന്ത് ചെയ്യാൻ, അവരങ്ങനെ പറയുന്നു. ഉപദേശപരമായ ഒരു കാര്യമാണെങ്കിൽ ഞാൻ കയറി ചെല്ല അതിനെ കണ്ണിക്കാം. ഇപ്പൊ വ്യക്തിപരമായിട്ട് എന്നെ തെറി വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പോയി എന്തോ കണ്ണിക്കാൻ, അവൻ വിളിക്കട്ടെ. അപ്പൊ അങ്ങനെ ചീത്ത വിളിക്കുന്ന ഒരാളാണ് ഈ പുള്ളി. ഇപ്പൊ പുതുതായിട്ടൊരു സിനിമ ഇറങ്ങി, തെറികളൊക്കെ ഉള്ള, ചുരുളി എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഈ ക്ലബ് ഹൗസിലുള്ള നിരീശ്വരവാദികൾ ഇവനെ ചുരുളി പ്രിൻസ് എന്നാ വിളിക്കുന്നത്. ഇവന്റെ എന്നിട്ട് ഈ തെറി വിളിച്ചു അല്ലെങ്കിൽ മോശം വാക്കുകളിൽ സംസാരിച്ചതിന്റെ പേരിലാണ് ഇപ്പൊ പുറത്താക്കിയിരിക്കുന്നത്. അതായത് തെറി വിളിച്ചതിന്റെ പേരിൽ ഒരു പാസ്റ്റർക്ക് കാരണം കാട്ടിക്കൽ നോട്ടീസ്, അച്ചടക്ക ലംഘനത്തിനുള്ള നോട്ടീസ്, സസ്പെൻഷൻ, ഇതൊക്കെ കിട്ടിയിരിക്കുകയാണ്. അത് ആദ്യമായിട്ടാണ് പെന്തക്കോസ്തിൽ സംഭവിക്കുന്നത്. എന്നിട്ട് ആ പുള്ളിയാണ് മറ്റവൻ തെറി വിളിച്ചെന്ന് പരാതി പറയുന്നത്. അതായത് മുറം ചെന്നിട്ട് പറയാ, ഈ കൊട്ടയ്ക്ക് കണ്ടവാന് വായാന്ന്. ആരാ? മുറവില്ലേ? മുറവാ പറയുന്ന കൊട്ടയ്ക്ക് വാ കൂടിപ്പോയെന്ന്. കേൾക്കാം, നമുക്ക് പ്രിൻസുമാൻ പറയട്ടെ, ഇന്ന് അവന്റെ ദിവസമല്ലേ. കേൾക്കാം. പല ഭീഷണികളുടെയും സാഹചര്യത്തിൽ അനേകം ദൈവദാസന്മാർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ തിരുവല്ലയിൽ കൂടെ സഞ്ചരിക്കുന്നത് സൂക്ഷിക്കണം, കുമ്പനാട്ടിലൂടെ സഞ്ചരിക്കുന്നത് സൂക്ഷിക്കണം. ഇവർ ജാതികളെക്കാൾ കഷ്ടമായിട്ട് പ്രതികരിക്കുന്ന ഗുണ്ടാ സംഘങ്ങളാണ്. ആരാ ഈ ജാതികള്? ഇത് പെന്തക്കോസ്തുകാരുടെ കുറച്ച് ഇത് നിങ്ങൾ ചോദിക്കണം കേട്ടോ. നാട്ടിലുള്ളവർ ചോദിക്കണം, പിടിച്ചു നിർത്തി ചോദിക്കണം, ആരെയാടാ നീ ഉദ്ദേശിച്ചെന്ന് ചോദിക്കണം. ആരെയാടാ നീ ഉദ്ദേശിച്ചേ? ആരാടാ ജാതികള്? അങ്ങനെ ചോദിക്കണം. ഞാനല്ല കേട്ടോ, ഞാൻ പാസ്റ്ററല്ല, എനിക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അപ്പൊ നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ ആരാടാ ഈ ജാതികള്? നീ എന്തോ ഈ പറയാ? നീ എന്തോ നീ ആരാന്ന് നിന്റെ വിചാരം? നീ യഹൂദനാണോ?
ജാതികളൊക്കെ കഷ്ടം എന്ന് പറയാം. നീ ആരെ ഉദ്ദേശിച്ച? അത് പ്രിൻസ് ഒന്ന് പറയണം കേട്ടോ. ജാതികളൊക്കെ കഷ്ടമാണ്. വൃത്തികെട്ടവന്മാരാണ്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ലീവ് എടുത്തത്. എന്നാൽ ഈ ലീവ് എടുക്കാൻ കേരള ലീവ് എടുത്തു. ബാങ്ക് ഓഫ് ബറോഡയിലെ ഓംബുഡ്സ്മാൻ ആയിരുന്നു അവൻ. ലീവ് എടുത്തു. ലീവ് എടുത്തതിന്റെ കാര്യം അതൊന്നുമല്ല. അവൻ ഈ പുസ്തകത്തിന്റെ കെയർ ഓഫ് കുറെ ലക്ഷങ്ങൾ കിട്ടി. അപ്പൊ പിന്നെ തൽക്കാലം ലീവ് എടുത്ത് പോത്തു ഇറച്ചിയൊക്കെ തിന്നാനാണ് അവൻ ലീവ് എടുത്തത്. മനസ്സിലായില്ലേ? പുസ്തകം പറ്റും. പിന്നെ അത് തന്നെയല്ല, അടുത്ത ആളുകളെ കളിപ്പിക്കാൻ വേറൊരു പുസ്തകം ഗ്ലോറിയസ് ഗോസ്പലിനെതിരെ എഴുതുന്നുണ്ട്. അതും കൂടി ഉദ്ദേശമുണ്ട്. അപ്പം കൈ നനയാതെ മീൻ പിടിക്കാമെങ്കിൽ വെറുതെ എന്തിനാ വലയം കൊണ്ട് ഇറങ്ങുന്നത്? ലീവ് എടുത്തതിന്റെ കാര്യം അതൊക്കെയാ മോനെ. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. കൗൺസിൽ ഓഫീസിൽ ചെന്നപ്പോ അല്ലെങ്കിൽ കേരള എക്സിക്യൂട്ടീവിന്റെ മുൻപിൽ ചെന്നപ്പോ ഞാൻ അവരോട് പാസ്റ്റർ സി എബ്രഹാമിനോടും നമ്മുടെ ജി കുഞ്ഞച്ചൻ അവർകൾ, ഈ ദൈവദാസന്മാരൊക്കെ ഇരിക്കുന്ന മധ്യേ അവരോട് ഞാൻ പറഞ്ഞത് എനിക്ക് ലീവ് വേണ്ടത് രണ്ട് പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, എനിക്ക് ഹയർ സ്റ്റഡി പഠിക്കണം. പക്ഷെ അതിന് ഇപ്പൊ പെട്ടെന്ന് ലീവ് കിട്ടിയപ്പോഴൊന്നുമില്ല, 2-3 മാസം കഴിഞ്ഞിട്ട് ലീവ് കിട്ടിയാലും മതി. എന്നാൽ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ലീവ് വേണം. കാരണം ഇവിടെ ഗുണ്ടകളെ കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. എനിക്ക് 3 കൊച്ചു കുഞ്ഞുങ്ങളാണുള്ളത്. എന്റെ വൈഫും 3 കുഞ്ഞു. അതായത് ഗുണ്ടകളെ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഗുണ്ടകളെ കൊണ്ടുപോകണ്ട, തന്നെ യാത്ര ചെയ്യണം. എന്താ പ്രശ്നം? പുള്ളി പറയുന്നത് കേട്ടോ. ലീവ് കിട്ടിയപ്പോഴൊന്നുമില്ല, 2-3 മാസം കഴിഞ്ഞിട്ട് ലീവ് കിട്ടിയാലും മതി. എന്നാൽ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ലീവ് വേണം. കാരണം ഇവിടെ ഗുണ്ടകളെ കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. എനിക്ക് 3 കൊച്ചു കുഞ്ഞുങ്ങളാണുള്ളത്. ഗുണ്ടകളെ കൊണ്ട് യാത്ര ചെയ്യേണ്ടടാ, നീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും. അല്ല, നിന്റെ ഭാര്യയും പിള്ളേരുമായിട്ട് യാത്ര ചെയ്യും. നീ എന്തിനാ ഗുണ്ടകളെ കൊണ്ട് യാത്ര ചെയ്യുന്നു? അല്ല, നിങ്ങളും നോക്കി, ഈ പുള്ളി ഇരുന്ന് പറഞ്ഞ കേട്ടോ, ഗുണ്ടകളെ കൊണ്ട് അവന് യാത്ര ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. ഗുണ്ടകൾ പറയാൻ ഒരു ടിപ്പർ ലോറിയെ കൊണ്ടുപോയി. ലീവ് കിട്ടിയപ്പോഴൊന്നുമില്ല, 2-3 മാസം കഴിഞ്ഞിട്ട് ലീവ് കിട്ടിയാലും മതി. എന്നാൽ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ലീവ് വേണം. കാരണം ഇവിടെ ഗുണ്ടകളെ കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. എനിക്ക് 3 കൊച്ചു കുഞ്ഞുങ്ങളാണുള്ളത്. എന്റെ വൈഫും 3 കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു വളരെ ശാന്തം ഒരു കൊച്ചു കുടുംബം, ഒരു ഭാര്യ, 3 കുഞ്ഞുങ്ങൾ, ഒരു കുഞ്ഞു കുടുംബമാണ് ഞങ്ങളുടേത്. ആ കൂടെ ഗുണ്ടകളെ കൊണ്ടുകൂടെ യാത്ര ചെയ്യുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്ക് ലീവ് വേണം. പോകുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ഗുണ്ടകളിൽ നിന്ന് എന്റെ കുഞ്ഞുങ്ങളെ പ്രതി സംരക്ഷണം വേണ്ടത് കൊണ്ട് എനിക്ക് ലീവ് വേണം. എനിക്കത് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഓർത്തേ, ഗുണ്ടകൾ വേട്ടയാടുന്ന ഒരാള് ആ ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടാൻ ലീവ് എടുത്ത എങ്ങനെയാ? ഗുണ്ടകൾ ലീവിലുള്ള ആളെ ഒന്നും ചെയ്യരുത്. എന്തൊരു കോമഡിയാണ്. എനിക്കൊരു ലീവ് വേണം. അത് ശരി. എന്തിനാണ് ലീവ്? എന്തിനാണ്? മണാലിയിലുള്ള ഒരു രഹസ്യ സങ്കേതത്തിലേക്ക് താമസം മാറ്റാനാണോ? നമുക്കറിയാം, നമുക്കറിയില്ല. എന്തിനാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. എനിക്ക് ലീവ് വേണം, കാരണം ഗുണ്ടകളുടെ ശല്യം. ഓക്കെ. അപ്പം ഇപ്പോഴത്തെ കേരള സ്റ്റേറ്റ് ആക്ടിംഗ് പ്രസിഡന്റ് പാസ്റ്റർ സി എബ്രഹാം പറഞ്ഞു, അങ്ങനെ പറയല്ലേ, അങ്ങനെ പറഞ്ഞാൽ ലീവ് തരാൻ ഒക്കത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ എങ്ങനെ പറയാം? എന്നൊരു കാര്യം ചെയ്യും, സ്റ്റഡി എന്ന രീതിയിൽ എനിക്ക് ലീവ് തന്നു. എങ്ങനെയായാലും എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചല്ലേ പറ്റത്തുള്ളൂ. ലീവ് തന്നു. ഈ ലീവ് തന്നതിന് ശേഷം ഇതിനകത്തെ കുറച്ച് മാന്യന്മാർക്ക് ഞങ്ങൾക്ക് ലീവ് തന്നത്, എനിക്ക് ലീവ് തന്നത് അവർക്ക് സഹിച്ചില്ല. അതുകൊണ്ട് കൗൺസിൽ മീറ്റിങ്ങുകളിലും പ്രസ്ബിറ്ററി മീറ്റിങ്ങുകളിലും കുറെ പാനൽ ഇതിനെതിരെ ഞാൻ കേരള സ്റ്റേറ്റ് IPC കൗൺസിലിനും പ്രസ്ബിറ്ററി പിടവൂർ എന്ന് പറയുന്ന ദൈവദാസനെ എന്നാണ് എന്റെ ചോദ്യം. നിങ്ങളുടെ കയ്യിൽ ഇതിനകത്ത് ഈ പുള്ളി പറയുന്നതിനകത്ത് ഒരർത്ഥവും ഇല്ല. ലീവ് ചോദിച്ചതൊന്നും അല്ല വിഷയം. ആ നോട്ടീസിനകത്ത് അവരെഴുതിയിട്ടുണ്ട്, ഇയാൾ നടത്തിയ അപവാദ പ്രചരണങ്ങൾ, അസഭ്യ വർഷങ്ങൾ, അതിന്റെയൊക്കെ പേരില്ല. ആ കാര്യമെല്ലാം പറ. ലീവ് ചോദിച്ചു. ഞങ്ങൾ ഏതെങ്കിലും സഭയിൽ പണം അടിച്ചു മാറ്റിയതോ മിസ്ബിഹേവിംഗ് ചെയ്തതോ പ്രസ്ഥാനത്തിനെതിരെ പ്രസ്ഥാനത്തിനെതിരെ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് പ്രസ്ഥാനത്തിനെതിരെ അല്ല, ഈ പ്രസ്ഥാനത്തെ മുടിക്കുന്ന ഗുണ്ടകൾക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. വൺസ് അഗൈൻ നിങ്ങൾ ആ കാര്യം കൃത്യമായി മനസ്സിലാക്കണം. ഞാൻ സംസാരിക്കുന്നത് ഇന്ത്യ പെന്റക്കോസ്റ്റൽ ദൈവസഭ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിനെതിരെ അല്ല. പിന്നെയോ ഞാൻ എതിരായി സംസാരിക്കുന്നത് ഈ പ്രസ്ഥാനത്തെ മറയാക്കി നിർത്തി വിറ്റ് മുടിച്ച് ഇതിന്റെ പിന്നിൽ അഴുകിയാടുന്ന കള്ളന്മാരായ നേതാക്കന്മാർക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഞാൻ ഇന്ന് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നിരവധി ദൈവദാസന്മാർ, നിരവധി സഹോദരങ്ങൾ
എനിക്ക് മെസ്സേജ് അയച്ചു. എനിക്ക് ഇവിടെ പ്ലേ ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. എന്റെ കയ്യിൽ ഒരു സിംഗിൾ ഡിവൈസ് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അയ്യോ പാവം, ഞാനത് പ്ലേ ചെയ്ത് കേൾപ്പിക്കാമായിരുന്നു. പലരും എന്നോട് പറഞ്ഞത്, നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നതും ഒരു റിസ്ക് ഉള്ള പരിപാടിയാണ്. കാരണം ഇവരുടെ കയ്യിൽ അത്രമാത്രം ക്രൂരമായി പ്രവർത്തിക്കുന്ന, അത്രമാത്രം വൃത്തികേടായി പ്രവർത്തിക്കുന്ന, എത്തിക്സ് ഇല്ലാത്ത കള്ളന്മാരാണ് ഇവർ. ഞാൻ നിങ്ങളുടെ മുൻപിൽ സർവപ്രഥമമായി ആദ്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ആത്മീയത ഇവരുടെ ജീവിതത്തിൽ വഴിയേ പോയിട്ടില്ല. എന്നാൽ അതിലേക്ക് വരുന്നതിന് മുൻപ് അടുത്തൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവരുടെ ജീവിതത്തിൽ ധാർമ്മികത വഴിയേ പോയിട്ടില്ല. ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭയുടെ നേതൃതലങ്ങളിൽ ഇരിക്കുന്ന നേതാക്കന്മാരിൽ ഭൂരിപക്ഷത്തിനും, സിംഹഭാഗത്തിനും, ഒരുപക്ഷെ പറഞ്ഞാൽ 99% ധാർമ്മിക മൂല്യം എന്ന് പറയുന്ന ഒന്ന് വഴിയേ പോയിട്ടില്ല. വാവ്, എന്തൊരു പ്രസ്താവനയാ! നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ പാസ്റ്റർമാരിൽ 99% ധാർമ്മികതയില്ലെന്ന്. ഈ 99% ധാർമ്മികത ഇല്ലാത്തടത്ത് ഇദ്ദേഹം ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ഇന്ന് പറയാണ് 99%-നും ധാർമ്മികതയില്ല. അപ്പൊ 99.9%-നും ധാർമ്മികതയില്ല. 0.1% ആണ് ധാർമ്മികതയുള്ളത്. അത് ആരൊക്കെയാണെന്ന് ചോദിക്കൂ, ഞാൻ പറയാം. ഞാനും കൊല്ലം ഷമീറുമാണ്. ധാർമ്മികതയുടെ മൂർത്തിമത് ഭാവങ്ങൾ. മനസ്സിലായില്ലേ? ഈ പറഞ്ഞ 99.9% മാറ്റിയാൽ പിന്നെ ഇവരാ ഉള്ളത്. ധാർമ്മികതയുടെ രണ്ട് മൂർത്തിമത് ഭാവങ്ങൾ, ഞാനും കൊല്ലം ഷമീറും. ധാർമ്മിക കോമഡി വരുന്നേ ഉള്ളൂ കേട്ടോ. കോമഡിയിലേക്ക് വരൂ. പറ മോനെ. എല്ലാവരും കള്ളന്മാരും അല്ലെങ്കിൽ കള്ളന് കഞ്ഞി വെക്കുന്നവരുമാണ്. ഇവരുടെ എല്ലാം കയ്യിൽ കോടിക്കണക്കിന് രൂപയുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവരുടെ ആക്ടിവിറ്റി സംബന്ധിച്ച ചില കാര്യങ്ങൾ പറയാം. നിങ്ങൾക്കറിയാമോ, ഇന്ന് പ്രസ്ബിറ്ററിയിൽ തീരുമാനമെടുക്കുന്നത്, അത് ജോണേ, എന്റെ കൊച്ചുണ്ടാക്കുക. അവൾ എന്റെ കയ്യെ കൊണ്ട് കെട്ടിരിക്കുന്നു, ഊരാ സമ്മതിക്കില്ല. അവള് സ്കൂളിൽ നിന്ന് അത് ഉണ്ടാക്കാൻ പഠിച്ച. ഓക്കെ. മുൻപ് ഞങ്ങൾക്ക് ഒരു ദിവസം ഇതിന്റെ ഇപ്പോഴത്തെ മുഴുവൻ സ്റ്റേറ്റിലുള്ള മുഖ്യ ഭാരവാഹികളെ ഇവർ ഒന്നൊന്നായി പുറത്താക്കി. കേസ് കൊടുത്തും കള്ളക്കേസ് കൊടുത്തും രാജു പൂവക്കാല പുറത്തു പോയി. പാസ്റ്റർ രാജു പൂവക്കാൽ ഒന്നും പുറത്തൊന്നും പോയിട്ടില്ല. നിന്റെ മോഹം കൊള്ളാം. ഇപ്പൊ എങ്ങനെയാ, ഒരു തട്ട് കിട്ടിക്കഴിഞ്ഞാൽ നാട്ടിൽ കൊള്ളാവുന്ന മാന്യന്മാരും കൂടെ ഉണ്ടെന്ന് വരുത്താൻ വേണ്ടി രാജു പൂവക്കാൽ ഇവിടെ പുറത്തു പോയി. ചുമ്മാ മണ്ടത്തരം പറയും. പുറത്താക്കി. ഇപ്പൊ ആകെ ഉള്ളത് CC അബ്രഹാമും അതേപോലെ തന്നെ കൊന്ന നിൽക്കുന്ന പാസ്റ്ററുമാണ്. പാസ്റ്റർമാരിൽ നിന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം, പാസ്റ്റർ രാജു പൂവക്കാലയോ പാസ്റ്റർ ഷിബു നെടുവേലിയോ ഒന്നും പുറത്തായിട്ടുമില്ല. അവരുടെ ഓഫീസ്, അതായത് അവർ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനം വഹിക്കുന്നതിന് കോടതി വ്യവഹാരമുള്ളത് കൊണ്ട് ആ സ്ഥാനം, ആ ഓഫീസ് അവർക്ക് വഹിക്കാൻ പറ്റുന്നുള്ളൂ. ദേ ആർ സ്റ്റിൽ പെന്തക്കോസ്റ്റ് IPCയിലെ പാസ്റ്റേഴ്സ് ആണ്. അവരെ ആരും പുറത്താക്കിയിട്ടുമില്ല. അവർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് ഒന്നും വന്നിട്ടുമില്ല. ഈ വൃത്തികെട്ടവനെ പുറത്താക്കിയാൽ ഇവൻ കൂട്ടുപിടിക്കുന്നുണ്ടല്ലേ. പാസ്റ്റർ രാജു പൂവക്കാല എവിടെ കിടക്കുന്നു, ഇവൻ എവിടെ കിടക്കുന്നു. അത് പുറത്താക്കിയിട്ടൊന്നുമില്ല. ആരാണ് അത്യാവശ്യം വിളിക്കുന്നത്? ഓക്കെ, ബാക്കി കേൾക്കാം. ഈ രണ്ടുപേരെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിൽപ്പെടുത്തിയും അടുത്ത ഇലക്ഷന് വേണ്ടി മോഹന വാഗ്ദാനം കൊടുത്തു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അല്ലെങ്കിൽ തങ്ങളുടെ കൂടെ നിൽക്കുന്ന ശുശ്രൂഷകന്മാരെ ഒരു കാരണവും കൂടാതെ പുറത്താക്കാൻ ഇവര് തുനിയത്തില്ലായിരുന്നല്ലോ. ധാർമ്മികത വഴിയെ പോയിട്ടില്ല. പാസ്റ്റർ CC അബ്രഹാമിനും ദാനിയേൽ കൊന്ന നിൽക്കുന്നതിനും ധാർമ്മികത വഴിയെ പോയിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഇന്നത്തെ പുറത്താക്കൽ. കാരണം ഇവർക്ക് ഞങ്ങൾക്കെതിരെ നടപടിയെടുക്കാനുണ്ടായ കാരണം എന്താണ്? ഒരു ദിവസം ദാനിയേൽ കൊന്ന നിൽക്കുന്ന പാസ്റ്റർ എനിക്കൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. നിങ്ങൾ പീസ് ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്ന IPCയുടെ ഒരു കൗൺസിൽ ഉണ്ട്, അതിന്റെ മുൻപിൽ വരണം. നിങ്ങൾ ഈ കോമഡി ഒന്ന് കേൾക്കണം. എന്താണ് പീസ് ആൻഡ് ജസ്റ്റിസ്? ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പീസ് ആൻഡ് ജസ്റ്റിസ് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. എന്നാൽ നിങ്ങൾ യാഥാർത്ഥ്യം, പീസ് ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു സമിതി IPCക്ക് ഉണ്ടത്രേ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എങ്ങാണ്ട് തിരഞ്ഞെടുത്താണ് ഇവരെ. പാസ്റ്റർമാർ തമ്മിൽ അടിയും വഴക്കും ബഹളവും ഉണ്ടായാൽ തീർക്കാൻ വെച്ചിരിക്കുന്നതാണ് പീസ് ആൻഡ് ജസ്റ്റിസ്. എന്നാൽ ഇതിനകത്തിരിക്കുന്ന പീസ് ആൻഡ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അല്പമെങ്കിലും ജസ്റ്റിസ് വേണ്ടേ? അവരുടെ ജീവിതത്തിൽ അല്പമെങ്കിലും പീസ് വേണ്ടേ? ഒന്നാമത്തെ കള്ളന്മാർ, ഒന്നാമത്തെ തരികിടകളാണ് പീസ് ആൻഡ് ജസ്റ്റിസിൽ ഇരിക്കുന്നത്. അതിന്റെ ഒരു തെളിവ് ഞാൻ പറയാം.
പീസ് ആൻഡ് ജസ്റ്റിസിൽ ഇരിക്കുന്ന ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരി കഴിഞ്ഞ ദിവസം മരിച്ചു, ചില മാസങ്ങൾക്ക് മുൻപ്. അപ്പൊ IPCൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ പത്നിയുടെ മരണം. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിന്റെ ആ ഫ്യൂണറൽ സർവീസ് നടക്കുക. പീസ് ഞാൻ നിൽക്കുന്ന സെന്ററിലെ ചില ദേവദാസന്മാർ അവിടെ പോയി. അവിടെ ചെന്നപ്പോ ഈ സർവീസിനിടയ്ക്കും ഈ മനുഷ്യൻ ഈ ഫ്യൂണറൽ സർവീസ് കാണാൻ ചെന്ന ആളുകളോട് പറയുക, നിങ്ങളുടെ സെന്ററിൽ നിന്ന് പ്രിൻസ് നിലമ്പൂരിനെ പുറത്താക്കാൻ വേണ്ട നടപടി എടുക്കണം. എങ്ങനെയുണ്ട്? ഇവരൊക്കെയാണ് പീസ് ആൻഡ് ജസ്റ്റിസിലെ വങ്കന്മാർ. എങ്ങനെയുണ്ട്? സ്വന്തം ഭാര്യ മരിച്ചു കിടക്കുമ്പോൾ പോലും അകത്ത് നിന്ന് രാഷ്ട്രീയം തള്ളിക്കളയാത്ത കള്ളന്മാർ. മനസ്സിലായോ? ഒരു പാസ്റ്ററുടെ ഭാര്യ മരിച്ചു കിടക്കുക, ആ മരണത്തിന് ചെന്ന ആളോട് ഈ മരിച്ചു കിടക്കുന്ന സ്ത്രീയുടെ ഭർത്താവ് പറയാണ്, പാസ്റ്റർ ഈ പ്രിൻസ് നിലമ്പൂരിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന്. ഇതാര് പറയുന്നു? ഇവൻ തന്നെ പറയുന്ന. അപ്പൊ നിങ്ങളൊന്ന് ഓർത്തേക്ക്, സ്വന്തം ഭാര്യ മരിച്ചു കിടക്കുമ്പോൾ പോലും ഇവനെ പുറത്താക്കണമെന്ന് പറയണമെങ്കിൽ ഇവൻ എത്ര വൃത്തികെട്ടവനായിരിക്കണം? ഒരുമാതിരിപ്പെട്ട കേസൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യത്തില്ലേ? എന്ന് പറഞ്ഞാൽ ഭാര്യ മരിച്ചു കിടക്കുമ്പോൾ പോലും ആ ദുഃഖത്തെക്കാളും അല്ലെ അതിനേക്കാൾ ഏറെ അദ്ദേഹത്തെ മതിക്കുകയാണ് ഇവൻ. അത്രയ്ക്ക് ശല്യക്കാരൻ. നിങ്ങൾ ഓർത്തു നോക്ക്, ഒരു പാസ്റ്ററുടെ ഇവന്റെ വായ തന്നെ സാക്ഷ്യം പറഞ്ഞു ഇവനെതിരായിട്ട്. അത്രയ്ക്ക് ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ട്, അത്രയ്ക്ക് മുറിപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇവന്റെ പീഡനം കൊണ്ടായിരിക്കും ആ ഭാര്യ മരിച്ചത്, നമുക്ക് അറിയത്തില്ല എങ്ങനെയാ മരിച്ചെന്ന്. പക്ഷെ ഇത് നോക്ക്, ഈ ഭാര്യ മരിച്ചു കിടക്കുന്ന ആ മനുഷ്യൻ ആ മൃതദേഹം അവിടെ കിടക്കുമ്പോൾ പോലും ചെല്ലുന്നവരോട് പറയാണ്, പ്രിൻസിന്റെ കാര്യം നോക്കണേ, കാരണം അവൻ അതുപോലെ ഭീകരനാണ്, കൊടും ഭീകരനാണ്, ഉപദ്രവകാരി. നല്ലതായി മോനെ, നീ തന്നെ നിനക്കെതിരെ സാക്ഷ്യം പറഞ്ഞല്ലോ. ഇതാണ് ദൈവത്തിന്റെ കയ്യൊപ്പ്. കേൾക്കാം ബാക്കി. ഒരു വെല്ലവന്റെയും കുടുംബമോ വെല്ലവന്റെയും മരണ സർവീസോ ആണേ വേണ്ടില്ല, സ്വന്തം കുടുംബത്തിൽ ഒരു വ്യക്തി മരിച്ചു അതിന്റെ അടക്ക ശുശ്രൂഷ നടക്കുന്നതിനിടയ്ക്കും IPCയുടെ അഴുകിയ രാഷ്ട്രീയം എല്ലിനകത്തുനിന്ന് കളയാത്ത, പല്ലിനകത്തുനിന്ന് കളയാത്ത, ഇവരുടെ എല്ലാം നഖത്തിലും മുടിയിലും വരെ ഈ പുഴുത്ത രാഷ്ട്രീയം ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെതിരെ പറഞ്ഞതിനാണ് പുറത്താക്കൽ നടപടി. കുറച്ചു ദിവസങ്ങളായിട്ട് ഇത് പുറത്തു വന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചില തിരക്കുകളിലും ചില എഴുത്തുകളിലും പഠനങ്ങളിലും ആയിരുന്നുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ശാന്തമായിരുന്നു. ഈവൻ ക്ലബ് ഹൗസിൽ പോലും പല സഹോദരന്മാരും പല വിഷയത്തിലും വിളിച്ചിട്ട് പോലും എന്റെ പ്രിൻസ് നുണ പറയാതെ എല്ലാ ദിവസവും വിത്തൗട്ട് എനി ഫെയിൽ പ്രിൻസ് ക്ലബ് ഹൗസ് വന്ന് എന്നെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ റൂമിലൊന്നും ഇല്ലെങ്കിലും ആളുകൾ അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരുന്നുണ്ടായിരുന്നു. ചുമ്മാ അങ്ങ് ന്യായീകരിക്കാതെ മാന്യനാകാൻ നോക്കും. ഞാൻ ചില എഴുത്തുകളിലായിരുന്നു. എന്തായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ 16-ാം അനുച്ഛേദനം തിരുത്തി എഴുതാൻ ഇദ്ദേഹത്തെ രാഷ്ട്രപതി ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. തിരുത്തുമായിരുന്നു. നമ്മൾ പങ്കെടുക്കുന്നില്ലായിരുന്നു. എന്നാൽ IPCക്ക് അകത്തുള്ള ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഏതാനും ചില പ്രതികരണങ്ങൾ മാത്രം നടത്തും. ഇതിനിടയ്ക്ക് പുഴുത്ത രാഷ്ട്രീയം കൊണ്ട് നമ്മുടെ പുറകെ നടക്കുക കുറെ കള്ളന്മാർ. ഇനി ധാർമ്മികത വഴിയെ പോയിട്ടില്ല എന്നുള്ളതിന്റെ രണ്ടാമത്തെ തെളിവ്. 1 കൊല്ലം മുൻപ് ഞാനൊരു പരാതി കൊടുത്തു. എന്റെ സെൻട്രൽ പാസ്റ്റുടെ മുൻപിൽ വെച്ച് ഈ പറയുന്ന നേതാക്കന്മാർ ID കാർഡ് ഇഷ്യൂ ചെയ്ത ഒരു ഗുണ്ട പാസ്റ്റർ തിരുവല്ല മഞ്ഞാടിയിൽ വെച്ച് എന്നെ അടിച്ചു. ഈ വിഷയത്തിന് പരാതി കൊടുത്തിട്ട് ഇന്നു വരെ ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ലാത്ത ഞാൻ പറഞ്ഞപ്പോഴായിരുന്നു എല്ലാവർക്കും തോന്നാ. നിബന്ധന ഭാഗം തന്നെ കേട്ടല്ലോ. ഒരു പാസ്റ്റർ ഇവനെ വഴിയിലിട്ട് അടിച്ചു. നിങ്ങൾക്കറിയാം, പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ അഴുക്കാളുകളാണ് പോലും പുറത്തൊരു ഇമേജും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നവരാ. അപ്പൊ ആ പാസ്റ്റർ വഴിയിൽ വെച്ച് കൈ ഉയർത്തി ഇവനെ അടിച്ചു, ഫിസിക്കലി ആയിട്ട് അടിച്ചു. ഇവൻ തന്നെ പറയാ എന്താണ് അതിനെ പ്രേരിപ്പിച്ചത്. ഏതെങ്കിലും പാസ്റ്റർമാർ അങ്ങനെ ചെയ്യുമോ? ഒരിക്കലും ചെയ്യത്തില്ല. എത്ര കള്ളനാണെങ്കിലും നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഇമേജ് ഉണ്ടല്ലോ, അതുകൊണ്ട് പാസ്റ്റർമാർ അങ്ങനെ ചെയ്യത്തില്ല. അപ്പൊ അത്രയ്ക്ക് ഇവനെ കൊണ്ട് പൊറുതിമുട്ടി. ഒരു പാസ്റ്റർ സ്വന്തം ഭാര്യ മരിച്ചു കിടക്കുമ്പോ ആ ശവം കിടക്ക പറയാണ്, പ്രിൻസിനെ പുറത്താക്കണേ,
വേറൊരു പാസ്റ്റർ ആളുകൾ നോക്കി നിൽക്കുക, കൈ ഉയർത്തി വഴിയിലിട്ട് ഇവനെ അടിക്കുകയാണ്. ഇവനെത്തോളം വൃത്തികെട്ടം വേറെ ഉണ്ടോ? നിങ്ങൾ ചിന്തിക്കേ. ഇത് ദൈവത്തിന്റെ അത്ഭുതമല്ല, ഇവന്റെ വായു തന്നെയല്ല ഇതല്ല നിങ്ങൾ കേൾക്കുന്നു. നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. ഈ വരുന്നുണ്ട്. ഈ ഗുണ്ടകൾക്ക് മുമ്പിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന, അവരുടെ അമേദ്യം തൊട്ട് നക്കി നിൽക്കുന്ന ഈ നേതാക്കന്മാരാണ് ഇപ്പോൾ പുറത്താക്കൽ നടപടി. എത്ര നല്ല സുഭാഷിതമാണ് നിങ്ങൾ അവന്റെ വായിന്ന് കേട്ടത്. അപ്പം ഈ പ്രിൻസ് നിലമ്പൂര് ചേർന്ന് നിൽക്കുന്ന ചില നേതാക്കന്മാരുണ്ടല്ലോ, ഈ IPCയിലെ വേറൊരു പാനലിന്റെ ആളാണ് ഇദ്ദേഹം കേട്ടോ. ഇപ്പം ഭരിക്കുന്ന പാനലിനെതിരായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഓപ്പോസിറ്റ് പാനലിൽ നേതാക്കന്മാരുടെ ഈ സാധനം തൊട്ട് നക്കുകയാണോ പ്രിൻസിന്റെ പരിപാടി? ആയിരിക്കണമല്ലോ. കാരണം അതാണ് ഇവിടുത്തെ അത് തൊട്ട് നാക്കുന്നുണ്ടല്ലോ, അപ്പുറം അവൻ അവിടെ തൊട്ട് നാക്കുന്നത് നീ പറയുന്നു. ഇതാണോ നിങ്ങളുടെ സംസ്കാരം? വന്നേക്കുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? ഇവർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? പുറത്താക്കിയിട്ട് എനിക്കിപ്പം ഇന്റേണലി എനിക്ക് കിട്ടിയിരിക്കുന്ന വാർത്ത, അതിനകത്ത് നടന്ന ചർച്ചകൾ സംബന്ധിച്ച് നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ തന്ന വാർത്ത അനുസരിച്ച് പുറത്താക്കി 1 മാസത്തിനകം കാരണം കാണിക്കുകയോ റീസൺ പറയുകയോ ചെയ്യണം. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, റീസണും കാരണവും അറിയാതെയാണോ ഇവര് ഞങ്ങളെ പുറത്താക്കിയത്? ഞങ്ങളെ പുറത്താക്കിയതിന്റെ കാരണം, റീസൺ ഇവർക്ക് അറിയത്തില്ലേ? ആത്മീയത വഴിയെ പോയിട്ടില്ല, ധാർമ്മികത വഴിയെ പോയിട്ടില്ല. ഇവരുടെ അകത്തുള്ളത് രണ്ടേ കാര്യം മാത്രമാണ്. 1 ദ്രവ്യാഗ്രഹം, 2 അധികാരമോഹം. അതിനുവേണ്ടി കാണിക്കുന്ന പാനൽ രാഷ്ട്രീയവും ഗുണ്ടായുസവും മാത്രം കൈമുതലാക്കിയ കുറെ കള്ളന്മാരാണ് ഇന്ന് ഈ പ്രസ്ഥാനം ഭരിക്കുന്നത്. ഒരു സംശയമില്ല. ഞാൻ അതിന്റെ തെളിവുകളിലേക്ക് വരാം. ഞാൻ ഇവിടെ കൊണ്ട് ഈ ലൈവ് അവസാനിപ്പിക്കുന്നില്ല. എനിക്ക് ഇന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അടുത്ത ദിവസങ്ങളിൽ ഞാൻ സെക്കുലർലി ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരും. ഞാൻ മനസ്സിലാക്കണം, പണ്ട് കുറച്ച് ദിവസങ്ങളെ ഞാൻ ഇതിനകത്ത് നിന്നുള്ളെങ്കിലും ഇതിനകത്ത് എന്നെ ദൈവം കൊണ്ടുവന്നത് ഒരു ഉദ്ദേശത്തിനാണെന്ന് ഞാൻ മനസ്സിലാക്കും. ഞാൻ യഹോവ സാക്ഷികൾക്കും യേശുനാമക്കാർക്കും മറ്റ് ഇതര കൾട്ടുകൾക്കും, പ്രത്യേക ഗ്ലോറിയസ് ഗോസ്പൽ പോലെയുള്ള കൾട്ടുകൾക്കും എതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവർക്കെതിരെ സംസാരിക്കുമ്പോൾ സ്വന്തം പ്രസ്ഥാനത്തിനകത്തെ ഈ പുഴുത്ത അവസ്ഥ ചൂണ്ടിക്കാണിക്കാതെ പോകുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ നീതിയോടെ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തീർത്ത് പറയാം, അതുകൊണ്ടാണ് ഇന്ററാക്ഷൻ ഉണ്ടായത്. ശ്രദ്ധിക്കുക. അപ്പൊ സ്വന്തം പ്രസ്ഥാനത്തിനകത്തുള്ള പുഴുക്കുത്തുകളെയും ചൂണ്ടിക്കാണിക്കണം. അതാണ് ഒരു അപ്പോളജറ്റിക് മിനിസ്ട്രി. ഞാൻ വരും ദിവസങ്ങളിൽ അപ്പോളജറ്റിക് അവന്റെ അമ്മയുടെ അപ്പോളജി. എടാ ഗോസിപ്പ് പറഞ്ഞ് കിടപ്പുറക്കഥയെ പറഞ്ഞ ഇതാണോടാ അപ്പോളജറ്റിക് മിനിസ്ട്രി? നീ പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്ന തന്നെയാടാ നിനക്ക് പറ്റിയ പണി. പോയി സിനിമ പോസ്റ്റർ ഒട്ടിക്കടാ പ്രിൻസേ. പ്രിൻസ് യുവർ മദേഴ്സ് കോക്കനട്ട് ബെഞ്ച്. ഓക്കെ, ബാക്കി കേൾക്കാം. ഇന്ന് മാത്രമല്ല, ഇന്ന് ചില കാര്യങ്ങൾ മാത്രം പറയും, വരും ദിവസങ്ങളിൽ മറ്റു ചില കാര്യങ്ങൾ കൂടെ അവതരിപ്പിക്കും. ഒരു പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിനകത്ത് സഭ കിട്ടാൻ വേണ്ടി കാണിക്കുന്ന വൃത്തികേടുകൾ, നല്ല സഭ കിട്ടാൻ, വരുമാനമുള്ള സഭ കിട്ടാൻ കാണിക്കുന്ന വൃത്തികേടുകൾ, സെക്കുലർ ലോകത്തിൽ പോലും നല്ല സഭ കിട്ടാൻ കാണിക്കുന്ന വൃത്തികേടുകൾ കിടക്കണു. എന്തൊക്കെയാണ് വൃത്തികേടുകൾ? സെക്കുലർ ലോകത്ത് പോലും ഇല്ലാത്ത പരിപാടി. പണം കൊടുക്കും, പെണ്ണ് കുട്ടി കൊടുക്കും, ഇതൊക്കെയല്ലേ നീ പറയുന്നേ? ഇതൊക്കെ ഞാൻ പറയാതിരുന്നല്ലേടാ മോനെ. ഞാൻ തിയോളജിക്കൽ ആയിട്ടുള്ള ഡിസ്പ്യൂട്ടല്ലേ പറഞ്ഞുള്ളൂ. ദാണ്ട് വിഴുപ്പലക്കുന്നു. ഓരോരുത്തരും താന്താന്റെ നിലയിൽ എത്രയെന്ന് പൗലോസ് പറഞ്ഞല്ലേ. ദാണ്ടിറങ്ങി നിന്ന് വിഴുപ്പലക്കുന്നു. ആണ്ട് പ്രിൻസിമാൻ പറയുന്നു അവനെങ്ങനെയാ സഭ കിട്ടിയത്? ചുവന്ന തെരുവിൽ പോലും കാണാത്ത വൃത്തികേടുകളാണ് ഇതിനകത്ത് നടക്കുന്നത്. വരും ദിവസങ്ങളിൽ അത് ഓരോന്നായി വിളിച്ചു പറയും. അടച്ചു നിൽക്കില്ല. ഇവരെന്നെ ജീവനോട് വെച്ചാൽ അങ്ങനെ എനിക്ക് ജീവിക്കാൻ ദൈവം ആയുസ് തരുന്ന കാലം വരെ ജീവിച്ചു. അയ്യോടാ മോനെ, പെന്തക്കോസ്തുകാരും നിന്നെ തല്ലാനും കൊല്ലാനും ഒന്നും വരത്തില്ല. അവർ ഉപവാസം ഇരിക്കും, പ്രാർത്ഥിക്കും, ശപിക്കും, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഗോസിപ്പ് പറയും. പെന്തക്കോസ്തുകാരാടാ തല്ലാനും കൊല്ലാനും വരും? അതൊന്നും വരത്തൊന്നുമില്ല. പിന്നെ ഭയങ്കര എന്റെ ജീവന് ഭീഷണിയുണ്ടെന്നുള്ള ഒരു പ്രതീതി വരുത്തുക. അതാണല്ലോ ഇപ്പൊ സെബാസ്റ്റ്യൻ പുന്നക്കല് എന്റെ ജീവന് ഭീഷണിയുണ്ട്,
പിന്നെ നമ്മുടെ യെരുശലേമിൽ നിന്നൊരു സ്ത്രീയുണ്ട്. പുള്ളിക്കാരത്തി പറയും എന്റെ ജീവന് ഭയങ്കര ഭീഷണിയാണ്. പിന്നെ അനിൽ കൊടുത്തോണ്ട് പറയുന്നുണ്ട് എന്റെ ജീവന് ഭയങ്കര ഭീഷണിയാണ്. സ്വയം അങ്ങ് അസൂയം ചെയ്യാണ്. കുറെ നേരം തെറി വിളിച്ചു കഴിയുമ്പോൾ ഇവർക്ക് തോന്നി ഇവരുടെ ജീവൻ എന്തോ ഭീഷണിയുണ്ട്. ഇവർക്ക് തന്നെ തോന്നി ഇവർ പറയുന്നല്ല വൃത്തികേടാണ്. എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്റെ ജീവൻ ഭീഷണിയായിട്ട്. നമ്മൾ മര്യാദക്കൊക്കെ സംസാരിച്ചാൽ മതിയടാ പോയി. ചുമ്മാ ആരും നിന്നെ ഉപദ്രവിക്കാനൊന്നും വരത്തൊന്നുമില്ല. പെന്തക്കോസ്താരെയൊക്കെ എനിക്കറിയാം, അവരാരും അങ്ങനത്തെ പണിക്കൊന്നും വരത്തൊന്നുമില്ല. എനിക്ക് ഇവരാരും ശുശ്രൂഷ തന്നിട്ടില്ല. ഇന്ത്യ പെൻ ഇനി ഒന്നുകൂടെ പറയാം, ഇനി ഇവരെ പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി തലയെ കൂടെ ചാർത്തി ഇവരെ നിർത്തിയെന്ന് പറഞ്ഞാലും ഈ വ്യാജന്മാരുടെ അടുക്കൽ ഓർഡിനേഷന് പോലും പോയി നിൽക്കരുത് എന്ന് ദൈവം എന്നെ പഠിപ്പിച്ച നാളുകളായി. പോകത്തില്ല ഒരിക്കലും. അപ്പൊ അടുത്ത സത്യം തെളിഞ്ഞു. ഇവൻ ഓർഡിനേഷൻ ഇല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? താണ്ട് വരികൾക്കിടയിലൂടെ നിങ്ങൾ ഈ ചെവിയും കണ്ണും ഒക്കെ എന്തിനാണ് നമുക്ക് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്നുണ്ട്. അവൻ തന്നെ പറഞ്ഞു കേട്ടോ, ഓർഡിനേഷൻ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് പോസ്റ്റർ ആണ്, പാസ്റ്റർ അല്ല. പോരട്ടെ. ഓക്കെ, അപ്പം ചില വിഷയങ്ങളിലേക്കൊന്ന് വരാം. ഇനി ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭയുടെ നേതാക്കന്മാർക്ക് ഈ പ്രസ്ഥാനത്തിൽ, ജനറൽ ആകട്ടെ സ്റ്റേറ്റ് ആകട്ടെ, ഈ പ്രസ്ഥാനത്തിനകത്ത് 1 രൂപ പോലും സാലറി കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി? ഇപ്പൊ ഏതെങ്കിലും ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് സാലറി ഒക്കെ കിട്ടും. എന്നാൽ ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭയിലെ ഈ നേതാക്കന്മാർ, സ്റ്റേറ്റ് പ്രസിഡന്റ് ആകട്ടെ ജനറൽ പ്രസിഡന്റ് ആകട്ടെ, ഇവർക്കാർക്കും 1 രൂപ പോലും പ്രസ്ഥാനം സാലറി കൊടുക്കുന്നില്ല. എന്നാൽ 3 കൊല്ലം ഇതിന്റെ നേതാവായിരിക്കാൻ വേണ്ടി ഈ നേതാക്കന്മാർ കോടികൾ പാസ്റ്റർമാർക്ക് കൈക്കൂലി കൊടുത്തും ഇലക്ഷന് വേണ്ടി കളിച്ചും ഊമക്കത്തിനും ഗുണ്ടാ പ്രവർത്തനത്തിനും പാനൽ രാഷ്ട്രീയത്തിനും ചെലവഴിച്ച് ഇവർ ഇതിന്റെ നേതൃസ്ഥാനത്ത് വരുന്നു. ഇവർക്ക് എങ്ങനെയാണ് ഈ പൈസ മുതലാകുന്നത്? നിങ്ങളാണ് അതിന്റെ ഉത്തരം പൂരിപ്പിക്കേണ്ടത്. ഇതിനകത്ത് കമന്റ് ഇടാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് കമന്റ് നൽകണം. ഞാനൊന്ന് ഇവർക്ക് എങ്ങനെയാണ് ഈ പൈസ മുതലാകുന്നത്? അപ്പൊ എടാ, ഇത് മുതലാക്കാനുള്ള ഒരു മാർഗമാണോ സുവിശേഷ പ്രവർത്തനം? ഇതെന്നാ ബിസിനസ് ആണോ? ഇതെങ്ങനെയാ മുതലാകുന്നത്? അവരൊക്കെ ത്യാഗസന്നദ്ധമായിട്ട് സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന ഈ പ്രിൻസിനെ സംബന്ധിച്ച് ഇതൊക്കെ എങ്ങനെയാ മുതലാകുന്നുള്ള അവന്റെ ചിന്ത. കാണട്ടെ എങ്ങനെയാണ് ഇവർക്ക് ഈ കാശ് മുതലാകുന്നത്? എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല. അപ്പം ഇതിനകത്ത് ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ് ദയവിത് ചോദിക്കണ്ട. രാജാനോട് പറയുന്നത് മാന്യമായ ചോദ്യങ്ങളുണ്ട്, ചോദിക്കാം, അതിന് പ്രതികരിക്കാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അടുത്ത വരും ദിവസങ്ങളിലെ ലൈവുകളിൽ ഞാൻ പ്രതികരിക്കാം. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുന്നത്, 1 രൂപ പോലും ശമ്പളം കൊടുക്കാത്ത പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായിരിക്കാൻ ഇവർക്ക് 3-4 കോടി രൂപയൊക്കെ ഒരു ഇലക്ഷന് വേണ്ടി ചെലവഴിക്കണമെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് ഈ പൈസ മുതലാകുന്നത്? ഏതായാലും ഈ നേതാക്കന്മാർ കപ്പ നടാൻ പോകുന്നില്ല, ഓമയ്ക്ക പറിക്കാൻ പോകുന്നില്ല, പയർ കച്ചവടം നടത്തുന്നില്ല, ഇവർക്ക് പെട്ടിക്കടയില്ല, മുട്ടായി കച്ചവടം ഇല്ല. ഇവർക്കുള്ളത് സുവിശേഷ പ്രവർത്തനം മാത്രം. എന്നതാ കേട്ടെ? നിങ്ങൾ ആരെങ്കിലും കേട്ടായിരുന്നു? കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാനുള്ള 5 മാർഗങ്ങൾ പ്രിൻസ് മോൻ പറയുക. ഓമയ്ക്ക പറിക്കുക. ഓമയ്ക്ക പറിച്ചാൽ കോടികൾ എങ്ങനെ ഉണ്ടാകുന്നത്? കപ്പ നട്ടാൽ കോടികൾ ഉണ്ടാവുമോ? മുട്ടായി വിറ്റാൽ കോടി. നിങ്ങൾ കേട്ടെ? ഞാൻ അങ്ങനെ കേട്ടെ? നിങ്ങൾ അങ്ങനെയല്ലേ കേട്ടെ? ലോകപുരോഗമനം ഇല്ലെന്ന് തോന്നുന്നു. കേട്ടെ ചോദിക്കാം, അതിന് പ്രതികരിക്കാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അടുത്ത വരും ദിവസങ്ങളിലെ ലൈവുകളിൽ ഞാൻ പ്രതികരിക്കാം. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കുന്നത്, 1 രൂപ പോലും ശമ്പളം കൊടുക്കാത്ത പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായിരിക്കാൻ ഇവർക്ക് 3-4 കോടി രൂപയൊക്കെ ഒരു ഇലക്ഷന് വേണ്ടി ചെലവഴിക്കണമെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് ഈ പൈസ മുതലാകുന്നത്? ഏതായാലും ഈ നേതാക്കന്മാർ കപ്പ നടാൻ പോകുന്നില്ല, കണ്ടോ? കപ്പ നട്ടാൽ കോടികൾ ഉണ്ടാകുന്നു. ഓമയ്ക്ക പറിക്കാൻ പോകുന്നില്ല, പയർ കച്ചവടം നടത്തുന്നില്ല, പയറ് കച്ചവടം. ഇവർക്ക് പെട്ടിക്കടയില്ല, മുട്ടായി കച്ചവടം ഇല്ല. ഇവർക്കുള്ളത് സുവിശേഷ പ്രവർത്തനം മാത്രം. ഇവിടെ പലരുടെയും പേര് പാസ്റ്റർ എന്നാണ്.
ചിലരുടെ മുമ്പിൽ റവയുണ്ട്, ഡോയുണ്ട്, ചില കാശ് കൊടുത്ത് മേടിച്ച പല റവ മൈദയൊക്കെ ഉണ്ട്. എന്റെ വിഷയം, ഇവർക്ക് ആർക്കും സ്വന്തമായിട്ട് ഈ പറയുന്നതിനകത്ത് പ്രധാനം സ്വന്തമായിട്ടൊരു ഇതില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന നേതാക്കന്മാർക്ക്, ഇപ്പം ഇരിക്കുന്ന ജനറൽ പ്രസിഡന്റിനും ശേഷം ആളുകൾക്കും ഈ കോടാനുകോടി രൂപ, കോടിക്കണക്കിന് രൂപ കാശ് മുടക്കി പലയിടത്തു നിന്നും ലോ ഫ്ലോർ ബസ്സിലും മറ്റും വോട്ടേഴ്സിനെ കുമ്പനാട് കൊണ്ടുവന്നിട്ട് ഈ വോട്ട് ചെയ്യിച്ച് ഇവർ നേതാവാകുമ്പോൾ എന്റെ ചോദ്യം, ഇവർക്ക് എവിടെ നിന്നാണ് ഈ കോടിക്കണക്കിന് രൂപ മുതലാകുക? സ്തോത്രാഴ്ച പൈസ കിട്ടിയിട്ടാണ്? അതോ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ? അത് മാത്രമോ, ഇവർ ഓരോ കൺവെൻഷനു വേണ്ടി ലക്ഷക്കോടി കോടികൾ പൊടിക്കുകയല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ചിലർ പറയും കർത്താവിന്റെ നാമത്തിൽ അങ്ങ് ചെലവഴിക്കുക. എവിടുന്ന്? ഈ പറയുന്ന ജനറൽ പ്രസിഡന്റ് കുടുംബത്തിൽ അപ്പനപ്പൂപ്പന്മാർ ഉണ്ടാക്കിയിട്ട പൈസ ഉണ്ടോ? സ്വന്തമായിട്ട് അധ്വാനിച്ച്, പ്രസ്ഥാനത്തെ പറ്റിച്ചല്ല. പൈസ ഉണ്ടോ? എവിടുന്നാ ഇവർ മുടക്കുന്നത്? ഇവർ ഈ പൈസ എവിടുന്നാ കൊണ്ടിരുന്നത്? സുവിശേഷ വേലയുടെ പേരിൽ പാസ്റ്റർ എന്ന ഒറ്റ ലേബൽ വെച്ച് കോടിക്കണക്കിന് രൂപ ഇവർ മുടക്കുന്നത് ആരെടുത്തു നിന്നാണ്? ഇവിടെ എബി ജോർജ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ചോദിച്ചിട്ടുണ്ട്, നിനക്ക് എത്ര കിട്ടി പാനലുകാരുടെ കയ്യിൽ നിന്ന്? എനിക്ക് തുറന്നങ്ങ് പറയാം, ഏത് പാനല, വത്സൻ ഗുണ്ടയുടെ പാനലാണോ ഇനി വേറെ വല്ല? ഈ വത്സൻ ഗുണ്ട എന്നൊക്കെ പറയുന്ന ആരാന്ന് വെച്ചാൽ വത്സൻ എബ്രഹാം, IPCയുടെ ജനറൽ പ്രസിഡന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇവൻ നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ടോപ്പ് സീറ്റിൽ ഇരിക്കുന്ന ആളാണ്. ആ പ്രസ്ഥാനത്തിൽ ഏറ്റവും ലോ ലെവലിലുള്ള പ്രവർത്തകനാണ് ഇദ്ദേഹം, ഏറ്റവും ലോവസ്റ്റ് പേഴ്സൺ. ഇപ്പൊ നമ്മളിപ്പോ ഓർത്തഡോക്സ് സഭയായിട്ട് പറഞ്ഞാൽ ഒരു ചെമ്മാശം വന്നിട്ട് കാതോലിക്ക ബാബായെ ചീത്ത വിളിക്കുന്നു. അതിന് തത്തുല്യമായ രംഗമാണ് നിങ്ങൾ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ. എത്ര ബെസ്റ്റ് മാതൃക! ഇതാണ് രക്ഷയിലേക്ക് കൊണ്ടുപോകുന്ന പെന്തക്കോസ് സഭ, ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ അതിന്റെ കാണ്, ഇത് തന്നെ ഇതിനകത്ത് നടക്കും. ഇത് കാണിക്കാനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർത്തഡോക്സുകാർക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഓർത്തഡോക്സ് സഭയിലെ ഒരു ചെമ്മാശൻ കാതോലിക്ക ബാബായെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ചീത്ത വിളിക്കാന്ന് വെച്ചു. അതിന് തത്തുല്യമായ ഒരു പ്രതിഭാസമാണ് ഇവിടെ നമ്മൾ ഈ കാണുന്നത്. ആ പുള്ളി വത്സൻ ഗുണ്ട എന്നൊക്കെയാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാമെങ്കിൽ ചെയ്തു. ഇതാണ്. എന്നിട്ട് ഈ എബി ജോർജിന് ഞാൻ തീർത്തങ്ങ് പറയാം, എനിക്ക് ദൈവസഭയുടെ ഫോട്ടോസ്, കൺവെൻഷന്റെയും മറ്റു പൊതുയോഗങ്ങളുടെയും ഫോട്ടോസ് പുറത്തു കൊണ്ടുപോയി വിദേശ രാജ്യങ്ങളിൽ തങ്ങളുടെ പ്രോഗ്രാമാണ് എന്ന് കാണിച്ചുകൊണ്ട് അവരവിടെ 12,000 സഭ തുടങ്ങി എന്ന് പറഞ്ഞ് അഡ്വർടൈസ്മെന്റ് ചെയ്ത് പണം പിരിക്കുന്നു. അതിന്റെ തെളിവ് ഞാൻ എന്റെ പീരീഡിലുണ്ട്. അതിന്റെ ബാക്കിയും കൂടെ ആ തെളിവുകൾ വീണ്ടും ഞാൻ ഇതിന്റെ കമന്റിൽ ഇടാം. അത് ഞാൻ എബിയുടെ അണ്ടറിലും കൊണ്ടിടാം. എങ്ങനെയാണ് ഇവന്മാർക്ക് പൈസ കിട്ടുന്നതെന്ന് ഞാൻ വ്യക്തമാക്കി തരാം. ഒരു ചോദ്യം, എനിക്ക് ഏതെങ്കിലും ബാങ്കിൽ നിന്ന് പൈസ കിട്ടി എന്ന് സംശയമുള്ള എബിയോടാണ് അടുത്ത ചോദ്യം. എബി, താൻ പറ, ഈ വത്സൻ എബ്രഹാമും ഗുണ്ടകളും 12,000 15,000 സഭ തുടങ്ങിയെന്ന് പറയുന്നു. ഒറ്റ സഭയുടെ അഡ്രസ് നിനക്കറിയാമെങ്കിൽ നീ ഒന്ന് പറഞ്ഞേ. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് IGO ഇന്ത്യയിൽ തുടങ്ങിയിട്ടുള്ള ഒരു 10 സഭയുടെ അഡ്രസ് ഒന്ന് പറയാൻ പറ്റുമോ? എടാ പാരമ്പര്യമാണ് പ്രിൻസ്. ഈ നിങ്ങൾക്കറിയാം ഇവൻ കടന്ന് ഈ ചീത്ത വിളിക്കുന്ന ആരെയാന്ന്? വത്സൻ എബ്രഹാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വല്യപ്പനാണ് KE എബ്രഹാം എന്ന് പറഞ്ഞാൽ IPCയുടെ സ്ഥാപകൻ. ഈ IPC തുടങ്ങിയത് KE എബ്രഹാമാണ്. KE എബ്രഹാമിന്റെ മകൻ TS എബ്രഹാമിന്റെ മകനാണ് ഈ വത്സൻ എബ്രഹാം. അപ്പൊ അദ്ദേഹത്തിന്റെ വല്യപ്പൻ തുടങ്ങിയതാണ് IPC. ആ IPCക്ക് 12,000 പ്രവർത്തനമുണ്ട്, 12,000 പ്ലേസസിൽ പ്രവർത്തനമുണ്ട്. അപ്പൊ അതാണ് അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ 12,000 സഭ തുടങ്ങി, ഞങ്ങളെ സഹായിക്കണം. അത് അദ്ദേഹത്തിന്റെ വല്യപ്പൻ തുടങ്ങി. അതിന് ഈ നോക്കി നിൽക്കുന്നതിന് എന്താ കാര്യം? അതിനകത്ത് എവിടെയാണ് നുണയിരിക്കുന്നത്? അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല, ആ സഭയുടെ ഉപദേശത്തോടോ പ്രവർത്തനത്തോടോ. പക്ഷെ അത് ഇവർ തുടങ്ങി എന്നുള്ളത് സത്യമല്ലേ, അദ്ദേഹത്തിന് അത് അവകാശപ്പെടാൻ പറ്റത്തില്ല. അതിന് ഇവർ നമ്മൾ അസൂയപ്പെട്ടൊരു കാര്യമുണ്ട്. പ്രിൻസിന്റെ വല്യപ്പൻ എന്തായാലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രിൻസിനും പറയാം, തുടങ്ങിയിട്ടില്ലെങ്കിൽ മിണ്ടായിരിക്കാം. കൂടുതൽ വർത്താനം താല്പര്യമില്ലെങ്കിൽ ഇറങ്ങിപ്പോവാം. അതാണല്ലോ ഇപ്പൊ സംഭവിച്ചത്. ഒന്ന് പോയി കാണാനാ ഇവരെവിടാ പ്രസ്ഥാനം തുടങ്ങിയെന്ന് പറയാം. പക്ഷെ ഇവർ വിദേശ രാജ്യങ്ങളിൽ ആളെ പറ്റിക്കാൻ, ഈ സായിപ്പുമാർ ഇത്ര പൊട്ടന്മാരാണ്.
ഇവരെ പറ്റിക്കാൻ വേണ്ടി 12,000 15,000 സഭ തുടങ്ങി എന്ന് ഇവർ പറയുക. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ, ഒരു നാണവുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ ഇവർ പണം പിരിച്ചിട്ട് ഇവരെന്നിട്ട് അവിടെ ഇവിടെയും പണിയുന്ന കൊട്ടാരം 10 വർഷത്തിലധികമായി ഇവിടെ കുമ്പനാട് ഈ പറയുന്ന പ്രസിഡന്റ് ഒരു കൊട്ടാരം പണിയാൻ തുടങ്ങിയിട്ട് ഇന്നും പണി തീർന്നിട്ടില്ല. എത്ര കോടി ഇതിന്റെ മുൻ കണ്ടോ? ആ പാവപ്പെട്ട മനുഷ്യൻ സുവിശേഷകരുടെ തിരക്കുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു വീട് പണിയാൻ 10 കൊല്ലം വല്ലതും വേണോ? 1.5 കൊല്ലം, പരമാവധി 2 കൊല്ലം. ആ പാവപ്പെട്ടവൻ ഈ കിട്ടുന്ന പൈസ നല്ല ഭാഗം സുവിശേഷകളിൽ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വീടിന് പണം മുടക്കാൻ ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട് പണി എഴഞ്ഞു നീങ്ങുകയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. ഈ യാഥാർത്ഥ്യം ഇവർ കാണുന്നില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ വീട് പണി എഴഞ്ഞു നീങ്ങുകയാണെന്ന് ആദ്യം ചിന്തിക്കണ്ടേ? ഒരാളുടെ വീട് പണി 10 കൊല്ലമായിട്ടും തീരുന്നില്ലല്ലോ. നമ്മുടെ പാസ്റ്റർ അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. പ്രിൻസിന് അതൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. പ്രിൻസ് അദ്ദേഹം വലിയ കാര്യമായിട്ടോ കഴിഞ്ഞ 10 കൊല്ലമായിട്ടും പണിതുകൊണ്ടിരിക്കുകയാണ്. മരമണ്ട അദ്ദേഹത്തിന്റെ പണി പൈസ ഇല്ലാത്തതുകൊണ്ട് മുടങ്ങി എഴഞ്ഞു നീങ്ങുകയാണ്. കാരണം 10-15,000 സഭയുണ്ട്, അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പൊ മാർബിൾ ഇറക്കാൻ വെച്ചിരിക്കുന്ന 20 ലക്ഷം പെട്ടെന്ന് പഞ്ചാബിലെ പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കുകയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് വേല ചെയ്യുന്ന ഒരാളാണ് ഈ പാസ്റ്റർ വത്സൻ എബ്രഹാം. അദ്ദേഹത്തെയാണ് ഇവനിരുന്ന് ചീത്ത വിളിക്കുന്നത്. എന്നിട്ട് പറയാം 10 കൊല്ലമായിട്ട് വീട്, അതും ഇവനെതിരായിട്ടുള്ള ഒരു സാക്ഷിയാണ്. 10 കൊല്ലമായിട്ട് ആ മനുഷ്യന്റെ വീട് പണി പൂർത്തിയാകുന്നില്ല. ഇത് എന്തൊരു കഷ്ടമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവൻ പറയുന്നതെല്ലാം നേരെ എതിര് വരികയാണല്ലോ. എന്താ പ്രിൻസ് ഇതൊന്നും ഒക്കാത്ത, നമ്മളങ്ങോട്ട് പറയുന്നൊന്നും ഒത്തുവരുന്നില്ലല്ലോ. ചെലവഴിച്ചു, ഇതിനു വേണ്ടി ചെലവഴിച്ചു, എത്ര കോടി കള്ളക്കേസിന് ചെലവഴിച്ചു എന്ന് ഒരു ഇതുമില്ല. എന്തുവാ, എവിടുന്നാണ് ഈ പൈസ? എവിടുന്നാണ് ഈ കോടാനുകോടികൾ കൊയ്യുന്നത്? എവിടുന്നാണ് ഇതെല്ലാം എറിയുന്നത്? എവിടുന്നാണ് ഗുണ്ടകളെ തീറ്റിപ്പോറ്റുന്നത്? എവിടുന്നാണ് പാനൽ വ്യാജത്തിന് കാശെറിയുന്നത്? ഇന്ത്യ പെന്റക്കോസ്റ്റൽ ദൈവസഭയുടെ ഇന്നത്തെ ജനറൽ പ്രസിഡന്റ് ഈ പ്രസ്ഥാനത്തിന് 100% ഒരു നാണം കെട്ടവനാണ്. ഒന്നുകൂടെ പറയാം, ഇന്ത്യ പെന്റക്കോസ്റ്റൽ ദൈവസഭയുടെ ഇന്നത്തെ ജനറൽ പ്രസിഡന്റ് ഈ പ്രസ്ഥാനത്തിന്റെ അന്തകനാണ്. ഇനി ഇവിടെ എബിക്ക് അടുത്ത സംശയം, നീ എത്ര പേരെ പറ്റിച്ചു? ഏതായാലും ഞാൻ ഒരു സഭയിൽ നിന്നും ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരാളുടെ നിന്ന്, ലോകം മുഴുവൻ ഇത് കാണാതെ, ഇങ്ങനെ ക്വാറന്റൈനിലായിട്ട് വന്ന് താമസിക്കുന്ന ആളുകൾക്ക് വിട്ടുകൊടുത്തു എന്നത് യാഥാർത്ഥ്യമാണ്. അത് സർക്കാർ ഇടപെട്ടത് കൊണ്ട് കൊടുത്തതാണ്. മാത്രമല്ല, അവിടെ താമസിച്ച നിരവധി പാസ്റ്റർമാരുമായിട്ട് ഞാൻ സംസാരിച്ചു. അവർക്ക് ആഹാരം കൊടുത്തത് ഇരവിപേരൂർ പഞ്ചായത്തിന്റെ വകയെ സർക്കാരിന്റെ പൈസയിൽ നിന്നാണ് കൊടുത്തത്. ഒരു പഞ്ചായത്ത്, കേരളത്തിലുള്ള ഒരു പഞ്ചായത്ത് അവരുടെ ചെലവിൽ നിന്ന് സർക്കാർ പൈസയിൽ ക്വാറന്റൈൻ പേഷ്യൻസിന് കഞ്ഞി കൊടുത്തതിന്റെ കണക്കും വരെ വിദേശ രാജ്യത്ത് കൊണ്ടുപോയി അത് ഞങ്ങൾ ചെയ്തതാണെന്ന് പറഞ്ഞുകൊണ്ട് പണം പിരിക്കാൻ നാണമില്ലാത്ത ഒരുത്തനാണ് ഇന്ത്യ പെന്റക്കോസ്റ്റൽ ദൈവസഭയുടെ പ്രസിഡന്റ് എങ്കിൽ ഇതിൽ പരം എന്ത് നാണക്കേടാണ് ഈ പ്രസ്ഥാനം. കണ്ടോ, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അത്ര നാണം കെട്ടും പണം പിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാസ്റ്ററെയാണ് ഇവൻ കുറ്റം പറഞ്ഞത്. വിദേശത്തൊക്കെ പോയി സായിപ്പുമാരുടെ കാലും കൈയും പിടിച്ച് പൈസയൊക്കെ പിരിക്കുന്ന ബുദ്ധിമുട്ട് അവർക്കേ അറിയത്തുള്ളൂ എന്തൊക്കെ പറഞ്ഞാണെന്ന്. അത് ഈ തിരുവല്ലയിലിരിക്കുന്ന ഇവന് കുറ്റം പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങൾ ഇതെല്ലാം ഒന്ന് ചൂണ്ടിക്കാണിച്ച് ഞങ്ങൾ ഇതെല്ലാം ഒന്ന് പുറത്ത് പറയും. ഞാൻ ഇതുവരെ പറഞ്ഞില്ല, അകത്താ പറഞ്ഞുകൊണ്ടിരുന്നത്, വാട്സപ്പ് ഗ്രൂപ്പിൽ അകത്താ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് പറഞ്ഞപ്പം ഒറ്റ ഒരുത്തനെ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് ഗുണ്ടായിസം, ഭീഷണി, തെറിവിളി, ആക്ഷേപം, പുറത്താക്കൽ, പ്രസ്ബിറ്ററി, കൗൺസിൽ, പീസ് ആൻഡ് ജസ്റ്റിസ്, സകല കൊള്ളരുതായ്മയെ എടുത്ത് പോക്കറ്റ് വെച്ചുകൊണ്ട് നടക്കുന്ന കള്ളന്മാര് ഇവരുടെ തോന്നിവാസം ചൂണ്ടിക്കാണിച്ചപ്പോ നമുക്കെതിരെ ഭീഷണി. ഇവിടെ ഒരു സഹോദരൻ പറഞ്ഞു പോലീസ് ഇവിടെ അന്വേഷണം നടത്തണം. പോലീസ് മാത്രമല്ല, ഞാൻ പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ അന്വേഷണം നടത്തണം. അതെന്തിനാ? അവിടെ പല പഴയ പാസ്റ്റർമാരുടെ പല മുഷിഞ്ഞു നാറിയ അണ്ടർവെയറും കാണും. അല്ല അവിടെ എന്തുവാണ് ഇരിക്കുന്നത്? വെളുത്താടന്റെ അറ പോലെ വല്ലതും ഉണ്ടോ? എന്ത് എൻഫോഴ്സ്മെന്റ് അന്വേഷണം നടത്തണമെന്ന് ഈ പറയും? പഴയ വല്ല ഡ്രമ്മിന്റെ പൊളിഞ്ഞ തോലോ കീറിയ പായോ ഒക്കെ കിട്ടും. അല്ലാതെ അവിടെ എന്തോ ഇരിക്കും? അപ്പോഴേ ഇവർ ഈ മുടക്കുന്ന കോടികളെ കുറിച്ച് തുമ്പ് മനസ്സിലാക്കുന്നു. ഇതിനോട് ചേർന്ന് 1-2 കാര്യം കൂടെ പറയാം. ഇന്ത്യ പെന്റക്കോസ്റ്റൽ ദൈവസഭ ആരുടെയും കുടുംബ സ്വത്തല്ല. ഞാൻ ഇന്ത്യ പെന്റക്കോസ്റ്റൽ ദൈവസഭയുടെ സ്ഥാപക നേതാക്കന്മാരുടെ എണ്ണം ഇത് ബൈലോയാ, IPCന്റെ ബൈലോയാ.
ഇതിനകത്ത് ആദ്യത്തെ നേതാക്കന്മാരെ കുറിച്ചുള്ള ഡീറ്റെയിൽ നമ്മൾ വായിക്കുമ്പോൾ പോലും ഞാൻ അതിനകത്ത് PM ശമുവേലിനെ കുറിച്ച് ആദരവോടെ സംസാരിക്കും, KC ചെറിയാനെ കുറിച്ച് ആദരവോടെ സംസാരിക്കും, ബഹുമാന്യ കത്തദാസന്മാരായ KC ചെറിയാനെ കുറിച്ചും T കൊച്ചുകുഞ്ഞിനെ കുറിച്ചും KC ഉമ്മൻ സാറിനെ കുറിച്ചും PT മാത്യു സാറിനെ കുറിച്ചും VV തോമസ് സാറിനെ കുറിച്ചും PO തോമസ് പാസ്റ്ററെ കുറിച്ചും TG ഉമ്മൻ പാസ്റ്ററെ കുറിച്ചും ഇങ്ങനെയുള്ള ദൈവദാസന്മാരെ കുറിച്ച് ആദരവോടെ ഞാൻ സംസാരിക്കും. പക്ഷെ ഞാൻ ആ കൂട്ടത്തിൽ KE എബ്രഹാമിന്റെ പേര് ഉപയോഗിക്കാറില്ല. കാരണം രണ്ട് കാരണം പറയാം. ഒന്ന്, തലമുറയെ കൊണ്ട് ഇത്രയേറെ പ്രസ്ഥാനത്തിന് ദോഷം വന്ന വേറൊരു കുടുംബമില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പ്രസ്ഥാനത്തിന്റെ ആധാരം എവിടെ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഇന്നും മറുപടി ഇല്ലാത്ത അദ്ദേഹത്തിന്റെ മക്കളെ കൊണ്ടാണ്, കൊച്ചുമക്കളെ കൊണ്ട്. ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് ഇവര് ഗുണ്ടായുസവും ഭീഷണിയും പുറത്താക്കലും. ഒന്നുകൂടെ പറയാം, IPC പുറത്താക്കിയാൽ ഉടനെ നിങ്ങൾ കുറെ പേര് കള്ളക്കേസും കേസും വഴക്കും അടിയും ഗുണ്ടായുസവുമായിട്ട് നടക്കുമായിരിക്കും. പക്ഷേ ഒരു കാരണം കാണിക്കാനോ സ്റ്റേ എടുക്കാനോ ഈ പറഞ്ഞ ഒരു പരിപാടിക്കും ഞാൻ വരത്തില്ല. നിങ്ങളുടെ തോന്നിയവാസം വിളിച്ചും പറയും, മറുവശത്ത് അവസരം കിട്ടുമ്പോൾ സുവിശേഷവും പറയും. ഏതായാലും ഒന്ന് ഞാൻ പറയാം. എങ്ങനെയുണ്ട് കോമഡി? നിങ്ങളുടെ തോന്നിവാസം പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ, അവസരം കിട്ടുമ്പോ എന്ത് സുവിശേഷാ പറയുന്നത്? അവസരം കിട്ടുമ്പോ പറയുന്നത് അവസരവാദോ? അവസരം കിട്ടിയാൽ ഞാൻ സുവിശേഷം അറിയിക്കുന്നതായിരിക്കും എന്ന് ചുരുളി പ്രിൻസ്. വളരെ മോശമായി പോയി കേട്ടോ പ്രിൻസ്. ഇങ്ങനെ നമ്മളെ ഒന്ന് പുറത്താക്കിയെന്ന് വെച്ച് ഇങ്ങനെ ഒന്നും പറയല്ല. നിങ്ങൾ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കകത്ത് വിമിഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടമല്ല ദൈവസഭ. ഇതിനകത്ത് അങ്ങനെ ഇരിക്കുന്ന കുറെ പേരുണ്ട്, അവർ ഞരങ്ങി പാർക്കുകയാണ്. നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കുകയാണ്, ഈ പറയുന്ന കൊറോണയും ലോക്ക്ഡൌണും ഒക്കെ വന്നത് ഈ പറയുന്ന കാബാലികന്മാരിൽ നിന്ന്, ഈ കള്ളന്മാരിൽ നിന്ന് വിശ്വാസികൾക്ക് ഒരു മോചനം കൊടുക്കാനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ജീവിതത്തിൽ നേരും നെറിയുമില്ലാതെ സകല തോന്നിവാസവും കാണിച്ചു നടന്നിട്ട് അതിന്റെ പങ്കുകൊണ്ട് അധികാരം വിലയ്ക്ക് വാങ്ങി ഇവിടുത്തെ ദൈവദാസന്മാരെ ഉപദ്രവിക്കുന്ന ആളുകൾ. ഞാൻ ഇന്ന് ചില ദൈവദാസന്മാരോട് സംസാരിച്ചപ്പം ഒന്ന് രണ്ട് ദൈവദാസന്മാർ, ഇത് നിങ്ങൾ കേട്ടല്ലോ, പെന്തക്കോസ്തുകാരൻ തന്നെ പറയുകയാണ്, കൊറോണ വന്ന് നന്നായി, വിശ്വാസികൾ പാസ്റ്റർമാരിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ഇതൊക്കെ തന്നെയല്ലേ ഞങ്ങളും പറഞ്ഞത്. അത് പ്രിൻസ് തന്നെ പറഞ്ഞു, ഇതൊക്കെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് രക്ഷപ്പെടുക. പെന്തക്കോസ്റ്റൽ കൾട്ട് ഗ്രൂപ്പുകളിൽ നിന്ന് സേവ് യുവർ സെൽഫ്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താ തെളിവ് വേണ്ടത്? പുള്ളിയുടെ ചാൻസ് പോയി, അന്നേരം പുള്ളി ഉള്ള സത്യം പറയുന്നു. ഈ ചോദ്യം ചോദിച്ചിട്ട് അതിനോട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഞാൻ ചോദിക്കുന്നത് സ്റ്റേറ്റ് IPCയിലെയോ അതല്ല ജനറൽ IPCയുടെ കൗൺസിലിനോ പ്രസ്ബിറ്ററിക്കോ നട്ടലുണ്ടോ അധാർമികമായി ഈ പ്രസ്ഥാനത്തെ മുടിക്കുന്ന വത്സൻ എബ്രഹാമിനെ പുറത്താക്കാൻ? ഇതാണ് എന്റെ ചോദ്യം. നട്ടലുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഒരു പാവം പ്രിൻസ് നിലമ്പൂരിനും ഒരു മാത്തുക്കുട്ടി പത്തനാപുരത്തിനും ഏതെങ്കിലും ഒരു ഉതുപ്പ് പാസ്റ്റർക്കും അല്ലെങ്കിൽ ഒരു BC ജോസഫ് പാസ്റ്റർ ഇങ്ങനെയുള്ള ദൈവദാസന്മാരെയൊക്കെ നിങ്ങൾ ഭീഷണിപ്പെടുത്തി അങ്ങ് അടക്കി വെച്ചാൽ പരിപാടി തീരും. നിങ്ങൾ നട്ടലോടെ പ്രവർത്തിക്കുക. നിങ്ങൾക്ക് നാണമുണ്ടെങ്കിൽ നിങ്ങൾ വത്സൻ എബ്രഹാമിനെ പുറത്താക്കും. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഈ IPC തുടങ്ങിയ പാസ്റ്റർ KE എബ്രഹാമിന്റെ കൊച്ചുമോനാണ് വത്സനെ. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ വോട്ട് കിട്ടി, കൂടുതൽ വോട്ട് കിട്ടി, ഭൂരിപക്ഷത്തോടെ ജയിച്ച് ജനറൽ പ്രസിഡന്റ് ആയിട്ടിരിക്കുക. അദ്ദേഹത്തെ പുറത്താക്കണം ഇപ്പൊ ഇവന്റെ ആവശ്യം. എങ്ങനെയുണ്ട് മോഹം? നിങ്ങൾ വത്സന എബ്രഹാമിനെ പുറത്താക്കൂ, എന്നിട്ട് പ്രിൻസിനെ അങ്ങോട്ട് ആക്കൂ. ഇല്ല. എന്താ കാരണം? ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് തരാൻ ലക്ഷങ്ങളും കോടികളും ഇല്ല. പക്ഷെ അയാളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇങ്ങനെ എറിഞ്ഞു തരാൻ, എടുത്തോ എടുത്തോ എന്ന് പറഞ്ഞ് എറിഞ്ഞു തരാൻ കാശോ. മറ്റൊന്ന്, ഒരു ഭരണഘടനാ വിരുദ്ധമായി എന്തും കാണിച്ചു നിങ്ങളെ ഭീഷണിപ്പെടുത്താനും അയാൾക്ക് കഴിയും. ഞങ്ങൾ വോട്ട് പോലും ചെയ്യാൻ കുമ്പനാട് മുറ്റാത്ത് വരാത്തവരാ. ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവുമില്ല. കണ്ടോ?
ഇപ്പൊ പ്രിൻസ് അടുത്ത പോയിന്റ് പറഞ്ഞു, ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോലും കുമ്പനാട്ട് വരാത്തവരാ, ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും ഇല്ല. അതിന്റെ കാരണം എന്നാ? ഈ പുള്ളിക്ക് വോട്ടില്ല. IPCയിൽ ഒഫീഷ്യലായിട്ടൊരു സഭയുടെ പാസ്റ്റർ ആയിട്ടിരിക്കുന്നവർക്ക് വോട്ടുള്ളൂ, ഈ പുള്ളിക്ക് വോട്ടില്ല. ഇതൊക്കെ വിളിച്ചു പറയാ പ്രിൻസ്, ഇതൊക്കെ മോശമല്ലേ? ഗുണം പോലും ഇല്ല. ഞാൻ സെക്യുലറിൽ പോലും വോട്ട് ചെയ്തു. പൂക്കുറ്റിയായി തകർക്കുക. എന്നിട്ട് ഇവന്മാര് വന്ന് കുമ്പനാട് കൺവെൻഷന് പ്രസംഗിക്കുമ്പോൾ ഇവിടുന്ന് കുറെ പൊട്ട പാവങ്ങൾ പോയിരുന്ന് ഇവരുടെ മുന്നിൽ പോയിരുന്ന് കൈകൊട്ടുക. നാണമില്ലേ? ലജ്ജയില്ലേന്നാ എന്റെ ചോദ്യം. കൂടുതൽ ചോദിക്കണ്ടല്ലോ. നിങ്ങൾ ഇനി ഗ്രേപ്പ് ജ്യൂസ് അല്ല ആ കുപ്പിയുടെ ചിത്രം കണ്ടിട്ടെങ്കിലും എഴുന്നേറ്റ് പോകാൻ നാണമില്ലേ? നിന്റെ ഒന്നും നട്ടലിന് നാണമില്ലേ? നിന്നെയൊക്കെ ആരാണ് സുവിശേഷകനാക്കിയത്? ഈ നേതാക്കളാണ് എന്റെ ചോദ്യം. ചോദിക്കടാ, അങ്ങനെ ചോദിക്കരുത്. ഇപ്പൊ പറഞ്ഞ കേട്ടോ, ഗ്രേപ്പ് ജ്യൂസ് കലക്കി രസന കലക്കി കൊടുക്കുന്നത് ഏതാ? ഇവന്മാര് കർത്തൃമേശ എന്ന് പറഞ്ഞ് നടത്തുന്ന കിടുതാപ്പിന്റെ ഇവൻ തന്നെ പറയുന്നത് കേട്ടോ. നിനക്കൊക്കെ നാണില്ല, കുപ്പി കണ്ടിട്ടില്ലേ ഗ്രേപ്പ് ജ്യൂസ് കലക്കി കൊടുത്ത്. ഇതൊക്കെ തന്നെയല്ലേ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഗ്രേപ്പ് ജ്യൂസ് കലക്കി കിട. പ്രിൻസ് അതൊക്കെ വിടെ, ഗ്രേപ്പ് ജ്യൂസ് കലക്കി കൊടുക്കുന്ന പരിപാടിയൊക്കെ വിടെ. ഛേ, മോശം, നാണക്കേട്. ബാക്കി ഇനി എന്താണ് ബാക്കി പറയാനുള്ളത്? നിന്നെയൊക്കെ ആരാണ് പാസ്റ്ററാക്കിയത്? ഞാൻ ചിന്തിക്കുകയാണ്, നിങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് ഓർഡിനേഷൻ വാങ്ങിച്ചവന്റെ അവസ്ഥ എന്താണ്? എന്നിട്ട് ഇന്ന് ഒരാളെ വിളിച്ചിട്ട് ഒരു ഉപദേശം പാസ്റ്ററെ പറയുമ്പം സൗമ്യമായി നമ്മുടെ പ്രസ്ഥാനം, എനിക്ക് ഈ പ്രസ്ഥാനത്തോട് ഒരു വൈരാഗ്യവും ഇല്ല. അനേകം ദൈവദാസന്മാരുടെ കണ്ണുനീരിലും കഷ്ടപ്പാടിലും അവരൊഴുക്കിയ വേർപ്പിലും വളർന്നു വന്ന ഈ പ്രസ്ഥാനത്തെ ഒരു കുടുംബവും പാനൽ രാഷ്ട്രീയക്കാരും അതിന്റെ ഗുണ്ടകളും ഇതിന്റെ കൂലിക്കാരും കൂടെ ചേർന്ന് തൊലച്ചു കളഞ്ഞിട്ട് ഇതിനകത്തുള്ള ദൈവദാസന്മാരെ ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും പുറത്താക്കൽ നടത്തുകയും ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഒരാൾ വന്നു കരുതി ഒന്നും വരാൻ പോകുന്നില്ല. ദൈവം ഒരിക്കലും ഇസ്രായേലിന്റെ പാപം മറച്ചു വച്ചിട്ട് ജാതികളെ വിധിച്ചിട്ടില്ല. വൺസ് അഗൈൻ. അപ്പൊ ഇനി തുടർന്നും പുതിയ പുതിയ കഥകളുമായിട്ട് പ്രിൻസ് മോൻ വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മൾ പ്രതികരണം ഇതേ ഉള്ളൂ, ഇതൊരു നാണംകെട്ട പരിപാടിയാണ്. കാരണം ഇവിടെ ഈ ഇലക്ഷനിലൂടെ 3 കൊല്ലം കൂടുമ്പോൾ ഇവരിങ്ങനെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വന്നിരിക്കുന്ന ആളുകൾ ഈ പുള്ളിക്കെതിരായിട്ട് പ്രവർത്തിച്ചു. ഇനി മറ്റേ പാനലിൽ പ്രവർത്തിച്ച് ആ പാനൽ ജയിക്കുകയാണെങ്കിൽ ഈ പുള്ളിക്ക് വീണ്ടും അവിടെ കയറാം. പിന്നെ അപ്പൊ ഇവരെ തെറി വിളിക്കും, ഇവർ അവരെ തെറി വിളിക്കും. ഇങ്ങനെ ഇവർ തമ്മിൽ തായം കളിക്കുന്ന ഒരു മാനുഷികമായ ഒരു സംഘടന മാത്രമാണിത്. അതിലെ ഒരു നിലവാരം കുറഞ്ഞ രാഷ്ട്രീയ കളിയുടെ ഭാഗമാണിത്. അപ്പൊ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇത് ദൈവസഭയല്ല, ക്രിസ്തീയ സഭയല്ല. ദിസ് ഈസ് നോട്ട് എ ക്രിസ്ത്യൻ ചർച്ച്. അത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ പെന്തക്കോസ് വിട്ടത്. അല്ലാതെ അവിടുന്ന് ആരും എന്നെ പുറത്താക്കിയതൊന്നുമല്ല. അതുകൂടെ ഞാൻ അറിയിക്കുന്നു. ഒരു സെക്കൻഡ്. ഡെന്നി ഡാനിയൽ എന്ന് പറഞ്ഞ ഒരു ഐഡിയിൽ നിന്ന് ഡെന്നി ഡാനിയൽ എഴുതുന്നു, അമേരിക്കയിൽ നിൽക്കുമ്പോൾ പണം സമ്പാദിച്ച് കോടികൾ പിരിച്ചെടുത്ത ഷമീർ കൊല്ലത്തെ പറ്റി, പ്രിൻസിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. വ്യക്തമായ തെളിവോടുകൂടെ ഡെന്നി ഡാനിയൽ ചോദിക്കുന്നുണ്ട്. അത് സംസാരിക്കാൻ പ്രിൻസിന് ആർജവത്വം ഉണ്ടോ, ധാർമ്മികതയുണ്ടോ, സത്യസന്ധതയുണ്ടോ, പ്രതിബദ്ധതയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാലും പ്രിൻസ് മൊത്തത്തിൽ അലക്കല്ല. ഡെന്നി ഡാനിയലിനോട് ഒരു മറുപടി കൊടുക്കുക. കൃത്യമായ തെളിവോടെയാണ് അദ്ദേഹം നിൽക്കുന്നത്, അദ്ദേഹത്തിനോട് കൊടുക്കുക. അപ്പൊ കൂട്ടുകാരൻ മോശമല്ലല്ലോ. അപ്പൊ എന്ത് വിഷയമാണോ ആരോപിക്കുന്നത് അതേ വിഷയം തനിക്ക് നേരെ ഉണ്ട് എന്നുള്ളതിന് വേണ്ടി ഈ കമന്റിന്റെ കീഴെ തെളിവ് കിടപ്പുണ്ട്. അത് ഒന്ന് അറ്റൻഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, നമുക്ക് ഗാലറി ഇരുന്ന് കാണാം. പ്രിൻസിമോൻ പറയുന്നത് പുള്ളി IPCയെ പൊളിച്ചോളാന്ന്. അപ്പൊ നമുക്കിപ്പം എന്ത് ചെയ്യാൻ പറ്റും? പ്രിൻസിമോന്റെ ആഗ്രഹം അതാണെങ്കിൽ പ്രിൻസിമോൻ പൊളിക്കട്ടെ, അല്ലേ? പക്ഷേ എനിക്ക് IPCക്കാരോട് പറയാനുള്ളത്, നിങ്ങളുടെ സംഘടനയുടെ നല്ല കാലമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ളവനെ നിങ്ങൾ ചെവിക്കൊള്ളരുത്, ഒഴിവാക്കി വിടുക. പുറത്ത് പുകഞ്ഞ കൊള്ളി പുറത്ത്, അവനതുവഴി പോട്ട് എന്ന് കണക്കാക്കി ഒഴിവാക്കി വിട്ടാൽ നിങ്ങൾക്ക് ആ സംഘടന കൊണ്ട് കുറെ നാളുകൂടി ഇരിക്കാം. വേണമെങ്കിൽ എന്നാ കാര്യത്തിൽ ഇത് പിരിച്ചുവിടാനാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ IPCയിൽ ഉള്ള
സുറിയാനിക്കാരോട്, നാണയം ചവിട്ടി പിടിക്കാത്ത സുറിയാനിക്കാരോട്, നാണയം ചവിട്ടി പിടിച്ചു നിൽക്കുന്നവർ അവിടെ നിന്നോ പോരണ്ട. അല്ലാതെ സത്യസന്ധമായി മാന്യതയോടെ മര്യാദയ്ക്ക് ജീവിക്കുന്ന സുറിയാനിക്കാർ ദയവായി ആ IPC എന്ന കുഴിയിൽ നിന്ന് കയറിപ്പോരുക. നിങ്ങളുടെ മാതൃ ഇടവകളിലേക്ക്, നിങ്ങളുടെ ഭവനങ്ങളിലേക്ക്, നിങ്ങളുടെ ബന്ധുക്കളിലേക്ക്, നിങ്ങളുടെ ബന്ധങ്ങളിലേക്ക് മടങ്ങി വരുവാൻ, റിസ്റ്റോർ യുവർ സെൽഫ്, നിങ്ങളെ തന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ഞാൻ സ്നേഹബുദ്ധിയ ഉപദേശിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു.